നെക്സ്റ്റ് സക്സസ് മാജിക് കരിയർ പോയിന്റ് മറ്റൊരു യൂട്യൂബ് സെഷനിലേക്ക് ഏവരെയും ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഏത് കോമ്പറ്റീറ്റീവ് എക്സാമിലും നോൺ നേഴ്സിംഗ് സബ്ജക്ട്സിൽ നിന്ന് നമുക്ക് ഒരു മാർഗം 100% ഉറപ്പിക്കാവുന്ന ഒരു ടോപ്പിക്കാണ് ഡയറക്ഷൻ എന്ന് പറയുന്നത്. സോ റീസണിങ് ടോപ്പിക്കിലെ ഈ ഡയറക്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് കഴിഞ്ഞ എല്ലാ റെയിൽവേയുടെ എക്സാം നടന്നിട്ടുള്ള എല്ലാ റെയിൽവേയുടെ എല്ലാ ഷിഫ്റ്റ് എക്സാമിലും ഒരു ക്വസ്റ്റ്യൻ മസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ DSSBയുടെ എക്സാം ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ, എയിംസിന്റെ എക്സാം ക്വസ്റ്റ്യൻ, കഴിഞ്ഞ ജിപ്പറിന്റെ എക്സാം ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ, ഇതിലെല്ലാം റീസണിങ് ടോപ്പിക്കില് അല്ലെങ്കിൽ സബ്ജക്ട്സിലെ ഡയറക്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏതൊരു കോമ്പറ്റീറ്റീവ് എക്സാമിനും നമുക്ക് 100% ഉറപ്പിക്കാവുന്ന ഡയറക്ഷൻ എന്ന ടോപ്പിക്കില് 4 രീതിയിലെ ചോദ്യങ്ങളാണ് നോർമലി ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് വരുന്നത്. അപ്പൊ ആ 4 രീതിയിലുള്ള ചോദ്യങ്ങളിലെ ഫസ്റ്റ് ചോദ്യം, ആ ഒരു ടൈപ്പ് ക്വസ്റ്റ്യന്റെ കംപ്ലീറ്റ് കൺസെപ്റ്റും അതെങ്ങനെ കണ്ടുപിടിക്കാം, അതിന്റെ ട്രിക്സ്, തന്നെ പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻസ്, ഒരു 10 പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ നോർമലി ഡയറക്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് 4 രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആണ് ചോദിക്കാൻ ഞാൻ പറഞ്ഞു. സോ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, രാമു വീട്ടിൽ നിന്ന് ഇറങ്ങി കിഴക്കോട്ട് ഇത്ര ദൂരം സഞ്ചരിച്ചു, അവിടെ നിന്ന് വലത്തോട്ട് തിരിഞ്ഞു ഇത്ര ദൂരം സഞ്ചരിച്ചു, അവിടെ നിന്ന് വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞു ഇത്ര ദൂരം സഞ്ചരിച്ചു. ഇങ്ങനെയാണെങ്കിൽ ഇപ്പോൾ രാമു ഏത് ഡയറക്ഷനിലാണ് ഫേസ് ചെയ്ത് നിൽക്കുന്നത്? ഇതാണ് ഫസ്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ക്വസ്റ്റ്യനും അതുമായിട്ട് ബന്ധപ്പെട്ട 2 ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ട്. ഇതിൽ തന്നെ വീണ്ടും 2 ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ട്. അത് അതിന്റെ കൺസെപ്റ്റ്, അതുമായിട്ട് റിലേറ്റഡ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. നമുക്ക് 4 വീഡിയോ ആണ് മൊത്തം ഷെയർ ചെയ്യുന്ന ഈ 4 ടൈപ്പ് ക്വസ്റ്റ്യൻ. 2 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം, രാമു വീട്ടിൽ നിന്ന് ഇറങ്ങി കിഴക്കോട്ട് ഇത്ര ദൂരം സഞ്ചരിച്ചു, അതിനുശേഷം ഒരു 90 ഡിഗ്രി വലത്തോട്ട് തിരിഞ്ഞു, അതിനുശേഷം ഇടത്തോട്ട് ഒരു 135 ഡിഗ്രി തിരിഞ്ഞു, വീണ്ടും വലത്തോട്ട് ഒരു 90 ഡിഗ്രി തിരിഞ്ഞു, വീണ്ടും ഒരു ഇടത്തോട്ട് 135 ഡിഗ്രി തിരിഞ്ഞു. അങ്ങനെയാണെങ്കിൽ രാമു ഇപ്പോ ഏത് ഡയറക്ഷനിലാണ് ഫേസ് ചെയ്ത് നിൽക്കുന്നത്? ഇതാണ് രണ്ടാമത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ. ആംഗിൾ വെച്ച് ചോദിക്കും. അല്ലെങ്കിൽ ഇതിനെ തന്നെ ക്വസ്റ്റ്യൻ മറ്റു രീതിയിൽ ചോദിക്കും. രാമു വീട്ടിൽ നിന്ന് കിഴക്കോട്ട് ഇത്ര ദൂരം സഞ്ചരിച്ചു, അതിൽ നിന്നും ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ 135 ഡിഗ്രി തിരിഞ്ഞു, അല്ലെങ്കിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ 90 ഡിഗ്രി തിരിഞ്ഞു, അല്ലെങ്കിൽ 180 ഡിഗ്രി തിരിഞ്ഞു, ടേൺ ചെയ്തു. ഇങ്ങനെ ആംഗിൾ വെച്ച് ക്ലോക്ക് വൈസ് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ വെച്ച് ക്വസ്റ്റ്യൻ ചോദിക്കും. ഇതാണ് നമ്മൾ രണ്ടാമത്തെ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത്. മൂന്നാമത്തെ വീഡിയോ ആണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വരുന്ന ഏരിയ എന്ന് പറയുന്നത്. അതായത് രാമു വീട്ടിൽ നിന്ന് ഇറങ്ങി കിഴക്കോട്ട് ഇത്ര ദൂരം സഞ്ചരിച്ചു, ഇവിടെ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് ഇത്ര ദൂരം സഞ്ചരിച്ചു, അവിടെ നിന്ന് വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് ഇത്ര ദൂരം സഞ്ചരിച്ചു. ഇങ്ങനെയാണെങ്കിൽ രാമു സ്റ്റാർട്ടിംഗ് പോയിന്റ് അല്ലെങ്കിൽ വീട്ടിൽ നിന്നും എത്ര ഡിസ്റ്റൻസ് അകലെയാണ് ഇപ്പോൾ നിൽക്കുന്നത്? അത് ചിലപ്പോൾ നമുക്ക് പിക്ചർ വരച്ച് ആ പിക്ചറിൽ തന്നെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ചിലപ്പോൾ നമുക്ക് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ഈസ് ഈക്വൽ ടു കർണം സ്ക്വയർ എന്ന് പറയുന്ന പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കേണ്ടി വരും. അതാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യനുകൾ എക്സാമിന് ചോദിക്കുന്നത്. നാലാമത് ഒരു ടൈപ്പ് ഉണ്ട്. ഈ നോർത്ത് 4 ഡയറക്ഷൻ ആണ് നിങ്ങൾക്ക് ഉള്ളതെന്ന് അറിയാം. നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത്, അല്ലെ? ന്യൂസ് എന്ന് പറയുന്ന ഒരു കോഡ് ഉപയോഗിച്ചാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. പക്ഷെ ഇതിനിടയിലായിട്ടും കുറെ ദിശകളുണ്ട്. അതായത് നോർത്തിനും ഈസ്റ്റിനും ഇടയിൽ നോർത്ത് ഈസ്റ്റ് ഡയറക്ഷൻ ഉണ്ട്, നോർത്തിനും വെസ്റ്റിനും ഇടയിൽ നോർത്ത് വെസ്റ്റ് ഡയറക്ഷൻ ഉണ്ട്. ക്ലിയർ അല്ലേ? അതുപോലെ സൗത്തിനും ഈസ്റ്റിനും ഇടയിൽ സൗത്ത് ഈസ്റ്റ് ഡയറക്ഷൻ ഉണ്ട്, സൗത്തിനും വെസ്റ്റിനും ഇടയിൽ സൗത്ത് വെസ്റ്റ് ഡയറക്ഷൻ ഉണ്ട്. ഇടയ്ക്കുള്ള ഡയറക്ഷൻ വെച്ച് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അങ്ങനെ 4 ടൈപ്പ് ക്വസ്റ്റ്യനുകളാണ് ഈ ഡയറക്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന കോമ്പറ്റീറ്റീവ് എക്സാമിലേക്ക്. അപ്പൊ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഏത് ഡയറക്ഷനാണ് ഫേസ് ചെയ്ത് നിൽക്കുന്നത് എന്നുള്ളതിന്റെ കൺസെപ്റ്റും ട്രിക്സും ഒരു 10 പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യനുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. ക്ലിയർ അല്ലേ? ആദ്യത്തെ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യേണ്ട കൺസെപ്റ്റ് ആണ് നമ്മളിപ്പോ പഠിക്കാൻ പോകുന്നത്. ഇതിൽ ഞാൻ പറഞ്ഞ 2 രീതിയിലാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഈ ഡയറക്ഷന്റെ ഏതൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആൻസർ ചെയ്യണമെങ്കിലും നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നമുക്കറിയാം നമുക്ക് 4 ദിക്കുകളുണ്ട് അല്ലെ? നോർത്ത്, അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് സൗത്ത്, ഈസ്റ്റ് കിഴക്ക്, അതിന് ഓപ്പോസിറ്റ് ആയിട്ട് വെസ്റ്റ്, അല്ലെ? നമുക്ക് ഇന്ത്യയുടെ ഭൂപടമൊക്കെ നിങ്ങൾ മാപ്പൊക്കെ വരച്ച് പഠിച്ചിട്ടുള്ളതാണ്. ഇന്ത്യയുടെ തലയെന്ന് പറയുന്ന വടക്ക്, തെക്ക്, കേരളം ഇരിക്കുന്ന ഏറ്റവും താഴെ തെക്ക്, കിഴക്ക് റൈറ്റ് സൈഡിൽ ഏറ്റവും ഈസ്റ്റേൺ ഭാഗങ്ങള്, ഇടത് സൈഡില് വെസ്റ്റ്, നേരെ ഓപ്പോസിറ്റ്. അത് നമ്മൾ പണ്ട് പിക്ചറുകളൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. ഓ, ഇതുവരെയ്ക്ക് നമ്മൾ ദിശ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണ് നിങ്ങൾക്ക് വടക്ക് നോക്കി യന്ത്രം അല്ലെങ്കിൽ കോമ്പസ്, അല്ലെ? കോമ്പസ് ഡയറക്ഷൻ വെച്ചിട്ടാണ് നമ്മൾ നോർത്ത് കാണിച്ചത്. നോർത്ത് പോകണത് ഡയറക്ഷൻ അല്ലെ? ഓ, നമുക്ക് ഏത് ക്വസ്റ്റ്യൻ ഇതിന്റെ ആൻസർ ചെയ്യണമെങ്കിലും നമുക്ക് ഇങ്ങനെ ഒരു പിക്ചർ എല്ലാവരും വരയ്ക്കണം. ഈ ഒരു പിക്ചർ വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഏത് ഡയറക്ഷന്റെ ചോദ്യവും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും.
അപ്പോ ഒരു കുരിശ് വരയ്ക്കുക, കുരിശ് എന്നാണ് ഞാൻ പറയും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കോമ്പസിന്റെ ഡയറക്ഷനിൽ ഒരു ക്രോസ് വരയ്ക്കുക. നിങ്ങൾക്ക് ഓർക്കാൻ എളുപ്പത്തിന് ന്യൂസ് എന്ന് ഓർത്താൽ മതി. ന്യൂസ്, NEWS. ഡയറക്ഷൻ ഓർത്തോണം. ഏറ്റവും മുകളിൽ ആരോ മാർക്ക്, അല്ലെ, ഈ ആരോ മാർക്കിന്റെ ഡയറക്ഷൻ ആണ് ഓർക്കേണ്ടത്. കണ്ടു, ആരോ മാർക്ക് തന്നെ ഇടണം. ക്ലിയർ അല്ലേ? ഓ, നോർത്ത് ആണ് ഏറ്റവും മുകളിൽ വരുന്നത്. അതിന്റെ തൊട്ടായി ന്യൂസ്, അത് കഴിഞ്ഞ് ഇവിടെ WE, ഈസ്റ്റ് കിഴക്ക്, അതിന്റെ ഓപ്പോസിറ്റ് വെസ്റ്റ്, നോർത്തിന്റെ നേരെ ഓപ്പോസിറ്റ് സൗത്ത്. ഈ പിക്ചർ എല്ലാവരും മനസ്സിലാക്കി പഠിക്കണം. കാരണം ഇത് വെച്ചിട്ടാണ് നമ്മുടെ എല്ലാ ചോദ്യങ്ങളുടെയും ആൻസർ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ ആ ഏത് ക്വസ്റ്റ്യൻ ഡയറക്ഷനിലേക്ക് കിട്ടിയാലും ആദ്യം ചെയ്യേണ്ടത് ഇതുപോലെ ഒരു ക്രോസ് വരച്ചതിന് ശേഷം മുകളില് നോർത്ത്, നേരെ ഓപ്പോസിറ്റ് താഴെ സൗത്ത്, വലേ സൈഡ് ഈസ്റ്റ്, ഇടത് സൈഡ് വെസ്റ്റ്. ന്യൂസ് എന്ന് ഓർത്താൽ മതി. ന്യൂസ്. ഓക്കെ അല്ലേ? മറന്നു പോകരുത്. എല്ലാ ചോദ്യങ്ങൾക്കും നമുക്ക് വേണ്ടത് ഈ ഒരു ന്യൂസ് ആണ്. ഈ ഒരു പിക്ചർ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ക്വസ്റ്റ്യനും ആൻസർ. ഈ പിക്ചറിൽ നിന്ന് തന്നെ ഈ ഒരു കൺസെപ്റ്റുമായിട്ട്, അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യനോട് ബേസിലുള്ള എല്ലാ കൺസെപ്റ്റുകളും ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു. അപ്പൊ എല്ലാ ചോദ്യങ്ങളിലും വരുന്ന ഇങ്ങനെയാണ്: രാമു വീട്ടിൽ നിന്ന് കിഴക്കോട്ട് ഇത്ര ദൂരം നടന്നു, അല്ലെങ്കിൽ സൈക്കിളിൽ സഞ്ചരിച്ചു, അല്ലെങ്കിൽ ബൈക്കിൽ സഞ്ചരിച്ചു. ക്ലിയർ അല്ലേ? അല്ലെങ്കിൽ നടക്കുകയായിരുന്നു, അല്ലെങ്കിൽ ഓടുകയായിരുന്നു. അപ്പൊ എല്ലാ ഇതിലും ഒരു നിശ്ചിത ഡയറക്ഷനിലേക്ക് സഞ്ചരിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ എടുക്കേണ്ടത്, ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇതിന്റെ സെന്റർ പോയിന്റിൽ നിന്നാണ്. ഈ ഒരു ക്രോസിന്റെ സെന്റർ പോയിന്റിൽ നിന്ന് അയാൾ സ്റ്റാർട്ട് ചെയ്യുന്നെടുക്കാം. നിങ്ങൾ ഓർക്കാം, രാമു കിഴക്കോട്ട് 4 കിലോമീറ്റർ സഞ്ചരിച്ചു എന്നാണ് ക്വസ്റ്റ്യൻ പറയുന്നത്. കിഴക്കോട്ട് 4 കുറച്ച് ദൂരം സഞ്ചരിച്ചു. അപ്പൊ അവിടെ ഒരു ക്ലിയർ കൺസെപ്റ്റ് നിങ്ങൾ ഓർക്കണം. കിഴക്കോട്ട് സഞ്ചരിക്കുന്ന ഒരാളുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഈ ഡയറക്ഷൻ ആണ്, ഈ ആരോ മാർക്കാണ്, അല്ലെ? ഈ ആരോ മാർക്കാണ്. നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ ഇങ്ങനെ ഫേസ് ചെയ്ത് കിഴക്കോട്ട് സഞ്ചരിക്കുകയാണ്. ഇവിടെ വലതുവശം ഏതായിരിക്കും? വലതുവശം, നിങ്ങളുടെ വലതുവശം എന്ന് പറയുന്നത് ഈ സൈഡാണ്, അല്ലെ? അങ്ങോട്ട് നടക്കും, ഈ കിഴക്കോട്ട് നോക്കി നടക്കുന്ന ഒരാളിന്റെ വലതുവശം എന്ന് പറയുന്നത് ഈ സൈഡാണ്. ഇടതുവശമോ, ഇടത്തെ കൈ ഇരിക്കുന്ന വശം ഈ സൈഡാണ്. ക്വസ്റ്റ്യൻ ഇതാണ്: രാമു കിഴക്കോട്ട് ഇത്ര ദൂരം, അല്ലെങ്കിൽ കുറച്ച് ദൂരം സഞ്ചരിച്ചിട്ട് വലത്തോട്ട് തിരിഞ്ഞു. കിഴക്കോട്ട് സഞ്ചരിക്കുന്ന ഒരാള് വലത്തോട്ട് തിരിഞ്ഞു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അയാളുടെ വലത് സൈഡ് എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോ ഈ ഡയറക്ഷനിലേക്ക് തിരിഞ്ഞു എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ തിരിഞ്ഞു എന്ന് പറഞ്ഞാൽ നേരെ 90 ഡിഗ്രിയിൽ തിരിയണം. അത് വലത്തോട്ടെങ്കിൽ വലത് സൈഡ്, ഇടത്തോട്ടെങ്കിൽ ഇടത് സൈഡ്. അപ്പൊ ഈ കിഴക്കോട്ട് സഞ്ചരിക്കുന്ന ഒരാളിന്റെ വലത് സൈഡിലോട്ട് തിരിഞ്ഞു എന്ന് പറയുന്ന അർത്ഥം എന്താണ്? ഈ ആരോ മാർക്കിന്റെ ഡയറക്ഷനിലേക്ക് തിരിഞ്ഞു എന്നാണ്. ആ ആരോ മാർക്കിന്റെ ഡയറക്ഷൻ ഏതാണ്? നമ്മുടെ പിക്ചറിൽ ന്യൂസ് താഴോട്ട് വരുന്ന ആരോ മാർക്ക് ഏതാണ്? സൗത്ത് ആണ്. അപ്പോ ഈസ്റ്റിലേക്ക് പോകുന്ന ഒരാൾ വലത്തോട്ട് തിരിഞ്ഞു എന്ന് പറഞ്ഞാൽ അയാൾ സൗത്തിലേക്ക് തിരിഞ്ഞു എന്നാണ് അതിനർത്ഥം. ക്ലിയർ അല്ലേ? ഇനി ഈസ്റ്റിലേക്ക് തിരിഞ്ഞ് നടക്കുന്ന ഒരാള് അയാൾ ഇടത്തോട്ട് തിരിഞ്ഞു എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? അങ്ങോട്ട് നടക്കുന്ന ഒരാളുടെ ഇടതുവശം എന്ന് പറഞ്ഞാൽ എങ്ങോട്ടാണ്? ഈ ഡയറക്ഷൻ ആണ്, അല്ലെ? ഈ ഡയറക്ഷൻ മുകളിലേക്കാണ്. സോ ഈ ഡയറക്ഷൻ എന്ന് പറയുന്ന ആരോ മാർക്ക് ഏതാണ്? നോർത്തിലേക്കാണ്. ദാറ്റ് ഇസ് നോർത്തിലേക്കാണ് അയാൾ എന്ത് ചെയ്യുന്നത്? ഇപ്പോ ഫേസ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ കൺസെപ്റ്റ്? ഇനി വീണ്ടും അയാള് നോർത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഒരു 5 കിലോമീറ്റർ സഞ്ചരിച്ചു. അയാള് വലത്തോട്ട് തിരിഞ്ഞു എന്ന് കരുതുക. സോ ഇങ്ങനെ മുകളിലേക്ക് പോകുന്ന ഒരാളിന്റെ വലതുവശം ഏതാണ്? ഈ സൈഡാണ്, അല്ലെ? ഈ സൈഡാണ്. അപ്പൊ ഈ ഡയറക്ഷനിൽ തിരിഞ്ഞു അയാൾ. സോ ഈ ആരോ മാർക്ക് എന്ന് പറയുന്നത് ഏത് ഡയറക്ഷനാണ്? നമ്മുടെ ഈസ്റ്റിന്റെ ഡയറക്ഷൻ ആണ്. സോ അയാൾ ഇപ്പൊ ഫേസ് ചെയ്യുന്നത് ഈസ്റ്റ് ആണ്. കിട്ടിയോ? ഇനി ഈ നോർത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരാള് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു എന്ന് കരുതുക. അയാളുടെ ഇടതുവശം എന്ന് പറയുന്നത് ഈ സൈഡാണ്, അല്ലെ? ഈ സൈഡാണ്. സോ അയാൾ ഇടത്തോട്ട് തിരിഞ്ഞു എന്ന് പറയുന്ന അർത്ഥം എന്താണ്? ഈ ആരോ മാർക്കിന്റെ ഡയറക്ഷനിലേക്ക് തിരിഞ്ഞു എന്നാണ്. ഈ ആരോ മാർക്കിന്റെ ഡയറക്ഷൻ നമ്മുടെ പിക്ചറിൽ ഏതാണ്? വെസ്റ്റ് ആണ്. അപ്പൊ ഇടത്തോട്ട് തിരിഞ്ഞു എന്ന് പറഞ്ഞാൽ അയാൾ പടിഞ്ഞാറോട്ട് നടക്കുന്നു എന്നാണ് അതിനർത്ഥം. അപ്പൊ ഇത്രയും കൺസെപ്റ്റ് ഇതിലൊന്ന് കിട്ടിയോ? ക്ലിയർ? വലത്തോട്ട് തിരിഞ്ഞാൽ എങ്ങോട്ട് പോകും? ഇടത്തോട്ട് തിരിഞ്ഞാൽ നമ്മൾ ഒരു ആ ഡയറക്ഷനിൽ നടക്കുന്നതായിട്ട് കരുതുക. പിന്നെ നമ്മുടെ വലത് കൈ ഏത് വശം, ഇടത് കൈ ഏത് വശം, ആ സൈഡിലേക്ക് 90 ഡിഗ്രി തിരിയുക. ഓക്കെ അല്ലേ? ഇതാണ് ഫസ്റ്റ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇനി നിങ്ങൾ വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. നമ്മൾ സൗത്തിലേക്ക് നടക്കുന്ന ഒരാൾ, അല്ലെ? അയാൾ വീട്ടിൽ നിന്ന് ഇറങ്ങി, ഇതാണ് വീട്. എപ്പോഴും നമ്മൾ സെന്റർ പോയിന്റ് എടുക്കാവോ? അയാൾ സൗത്തിലേക്ക് നടക്കുകയാണ്. സൗത്ത് താഴേക്ക്, ഈ ആരോ മാർക്കിന്റെ ഡയറക്ഷൻ നടക്കുകയാണ്. കുറച്ചു ദൂരം നടന്നപ്പോ അയാൾ ഇടത്തേക്ക് തിരിഞ്ഞു. താഴേക്ക് ഫേസ് ചെയ്ത് ഇങ്ങോട്ട് സൗത്തിലേക്ക് ഫേസ് ചെയ്ത് നടക്കുന്ന ഒരാളുടെ ഇടതുവശം ഏതാണ്?
ഇടതുവശം ഈ സൈഡാണ് അല്ലെ. ഇടതുവശം അയാളുടെ ഇടത്തെ കൈ ഇരിക്കുന്ന സൈഡ് ഇതായിരിക്കും, വലത്തെ കൈ ഇരിക്കുന്നത് ഈ സൈഡ്. അപ്പൊ ഇടത്തോട്ട് തിരിഞ്ഞു എന്ന് പറയുന്ന അർത്ഥം എന്താണ്? ഇങ്ങോട്ട് ഫേസ് ചെയ്ത് നമ്മൾ അങ്ങോട്ട് ഫേസ് നടക്കുന്നതായിട്ട് ഓർക്കുക. നിങ്ങൾ താഴേക്ക് നടക്കുന്നതായിട്ട് നിങ്ങളുടെ ഇടതുവശം എന്ന് പറയുന്നത് ഏതാണ്? നിങ്ങൾ ഇങ്ങോട്ട് തിരിഞ്ഞു എന്നാണ്, ദാറ്റ് ഈസ് ഈസ്റ്റിലേക്ക് തിരിഞ്ഞു എന്നാണ്, കിഴക്ക് ദിശയിലേക്ക്. ഇനി ഇങ്ങോട്ട് നടക്കുന്ന ഒരാളുടെ വലത് കൈ ഇരിക്കുന്നത് ഈ സൈഡാണ്. സോ വലത്തേക്ക് തിരിഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ട് തിരിഞ്ഞു എന്നാണ് അതിനർത്ഥം, ദാറ്റ് ഈസ് പടിഞ്ഞാറോട്ട് വെസ്റ്റിലേക്ക് തിരിഞ്ഞു എന്നാണ് അതിനർത്ഥം. കിട്ടിയോ? സോ ഇതുപോലെ ബാക്കി 4 ഡയറക്ഷൻ, മറ്റു ഡയറക്ഷനിൽ നിങ്ങൾ ഓർത്താൽ മതി. ഇനി വെസ്റ്റിലേക്ക് ഇങ്ങനെ നടക്കുന്ന ഒരാളുടെ ഇടതുവശം എന്ന് പറയുന്നത് ഏതാണ്? ഇങ്ങോട്ട് നടക്കുന്ന ഒരാളുടെ ഇടത്തോട്ട് തിരിഞ്ഞു എന്നാണ് ഈ അടുത്ത ക്വസ്റ്റ്യൻ. വീണ്ടും കുറച്ചു ദൂരം പടിഞ്ഞാറോട്ട് നടന്നു, കഴിഞ്ഞിട്ട് അയാൾ ഇടത്തോട്ട് തിരിഞ്ഞു എന്നാണ് ക്വസ്റ്റ്യൻ വന്നത്. അങ്ങനെയാണെങ്കിൽ എങ്ങോട്ടായിരിക്കും? ഇങ്ങനെ നടക്കുന്ന ഒരാളുടെ ഇടതുവശം എന്ന് പറയുന്നത് ഏതാണ്? ഇങ്ങോട്ടാണ്, ദാറ്റ് ഈസ് സൗത്തിലേക്കാണ്. ഇനി വലത്തോട്ട് തിരിഞ്ഞു എന്ന് പറഞ്ഞാലോ, അയാൾ നോർത്തിലേക്കാണ് തിരിഞ്ഞത്. അപ്പൊ ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഏത് ചോദ്യം നിങ്ങൾക്ക് ഏത് ഡയറക്ഷനിലേക്കാണ് ഫേസ് ചെയ്ത് നിൽക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി കിട്ടും. ഓക്കെ അല്ലേ? യെസ്. ഇനി രണ്ടാമത് ഇതിനകത്തുനിന്ന് വരുന്നൊരു ചോദ്യമാണ്. ഇപ്പൊ അയാൾ നടന്ന് തിരിഞ്ഞു ഇവിടെ എത്തി, ഇവിടെ നേരെ തിരിഞ്ഞു, ഇവിടെ എത്തിയെന്ന് കരുതുക. ഇവിടെ അയാൾ വന്നെത്തി, ഇങ്ങനെ നിൽക്കുകയാണ്, ഇവിടെ ഈ ഡയറക്ഷനിൽ വന്ന അയാളോട് നിൽക്കുകയാണ്. മറ്റു രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. ശരിക്കും അയാൾ ഫേസ് ചെയ്ത് നിൽക്കുന്ന ആരോ മാർഗം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, പക്ഷെ ഈ ലൈനിൽ തന്നെയാണ് നിൽക്കുന്നത്. അയാൾ ഫേസ് ചെയ്ത് നിൽക്കുന്ന വെസ്റ്റിലേക്കാണ്. ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരിക്കും, വിത്ത് റെസ്പെക്ട് ടു സ്റ്റാർട്ടിംഗ് പോയിന്റ്. അയാളുടെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും അല്ലെങ്കിൽ അയാളുടെ വീട്ടിൽ നിന്ന് അയാൾ ഇപ്പോൾ ഏത് ഡയറക്ഷനിലാണ് നിൽക്കുന്നത്? അയാളുടെ വീട് ഈ സെന്ററിലാണ്, അയാൾ നിൽക്കുന്നത് ഈ ഒരു ഭാഗത്താണ്. അങ്ങനെയാണെങ്കിൽ അയാളുടെ വീട്ടിൽ നിന്ന് നോക്കുമ്പോൾ, അയാളുടെ വീട്ടിൽ നിന്ന് അയാളുടെ അമ്മ നോക്കിയാൽ അയാളിപ്പോ ഏത് ഡയറക്ഷനിലാണ് നിൽക്കുന്നത്? അയാളുടെ വീട്ടിൽ നിന്ന് അയാളുടെ അമ്മ നോക്കുമ്പോൾ ഈ ഡയറക്ഷനിലാണ് നിൽക്കുന്നത്. ഈ ആരോ മാർക്ക് എന്ന് പറയുന്നത് ഏത് ഡയറക്ഷനാണ്? ആണ്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കൂടി വരാം. വിത്ത് റെസ്പെക്ട് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് നോക്കുമ്പോൾ അല്ലെങ്കിൽ അതുമായിട്ട് നോക്കുമ്പോൾ നമ്മളിപ്പോ ഏത് ഡയറക്ഷൻ? ശരിക്കും അയാൾ നിൽക്കുന്ന വെസ്റ്റിലോട്ട് തിരിഞ്ഞാണ്, പടിഞ്ഞാറോട്ട് തിരിഞ്ഞാണ്. പക്ഷേ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് നോക്കുമ്പോൾ അയാൾ ഏത് ഡയറക്ഷനിലാണ് നിൽക്കുന്നത്? ഈ ഒരു ഡയറക്ഷനിലാണ്, ദാറ്റ് ഈസ് നോർത്തേൺ ഡയറക്ഷനിലാണ്, അല്ലെ വടക്ക് ദിശയിലാണ് നിൽക്കുന്നത്. ഇങ്ങനെ ഒരു രണ്ടാമത് ക്വസ്റ്റ്യൻ ചോദിക്കാം ഇതിനകത്തുനിന്ന് തന്നെ. സോ ക്ലിയർ കൺസെപ്റ്റ് പഠിച്ചിട്ട് മുന്നോട്ട് പോകാവൂ. ഇനി ഇതിനകത്തുനിന്ന് ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ കൂടിയുണ്ട്, അതായത് സൺ ആൻഡ് ഷാഡോ. നിങ്ങൾക്കറിയാം നമ്മുടെ സൂര്യൻ രാവിലെ കിഴക്കാണ് ഉദിക്കുന്നത്, അതിനൊരു മാറ്റവും വരില്ല. രാവിലെ കിഴക്കുദിക്കും, വൈകുന്നേരം പടിഞ്ഞാറ് അസ്തമിക്കും. ശരിയല്ലേ? കിഴക്കുദിക്കും, പടിഞ്ഞാറ് അസ്തമിക്കും. അപ്പോ സൂര്യൻ കിഴക്ക് ദിശയിൽ നിന്നാണ് ഉദിക്കുന്നത്. സൂര്യന്റെ പ്രകാശം എങ്ങോട്ടായിരിക്കും പോകുന്നത്? പടിഞ്ഞാറ് ദിശയിലേക്കാണ് സൂര്യപ്രകാശം സഞ്ചരിക്കുന്നത്, പടിഞ്ഞാറ് ഡയറക്ഷനിൽ. അപ്പോൾ രാവിലെ ഒരാളുടെ, കണ്ടോ, നോക്കിക്കോളൂ, രാവിലെ ഒരാളുടെ ഷാഡോ, അയാളുടെ നിഴല് നമ്മൾ നടന്നു പോകുമ്പോൾ ഏത് സൈഡിലായിരിക്കും വീഴുക? സൂര്യപ്രകാശം പോകുന്ന സൈഡ് ഏതാണ്? പടിഞ്ഞാറേക്കാണ്. അപ്പൊ സൂര്യപ്രകാശത്തിന്റെ സഞ്ചരിക്കുന്ന ഡയറക്ഷനിലായിരിക്കും എന്ത് സംഭവിക്കുന്നത്? ഒരാളിവിടെ നിൽക്കുകയാണ്, സൂര്യൻ കിഴക്കുതിച്ച് സൂര്യപ്രകാശം അയാളുടെ ദേഹത്തടിച്ചിട്ട് അയാളുടെ നിഴൽ എവിടെ കാണാൻ പറ്റും? പടിഞ്ഞാറ് സൈഡ്, വെസ്റ്റ് സൈഡിൽ കാണാൻ പറ്റും, പടിഞ്ഞാറ് സൈഡില് രാവിലെ. ക്ലിയർ അല്ലേ? കാരണം കിഴക്ക് നിന്നും സൂര്യപ്രകാശം പടിഞ്ഞാറോട്ടാണ് സഞ്ചരിക്കുന്നത്. അപ്പൊ നിഴല് കാണാൻ പറ്റുക രാവിലെ പടിഞ്ഞാറ് സൈഡിലാണ്. ക്ലിയർ അല്ലേ കൺസെപ്റ്റ്? പടിഞ്ഞാറ് സൈഡിലായിരിക്കും സൂര്യപ്രകാശം നിഴല് പതിയുന്നത് പടിഞ്ഞാറ് സൈഡിലായിരിക്കും. ക്ലിയർ ആണോ? ഇനി വൈകുന്നേരം ആണെങ്കിലോ നേരെ തിരിച്ചായിരിക്കും. പടിഞ്ഞാറ് നിന്നും സൂര്യപ്രകാശം വന്നിട്ട് നമ്മുടെ കിഴക്ക് സൈഡിലേക്കായിരിക്കും നമ്മുടെ നിഴല് പതിയുന്നത്. ശരിയല്ലേ? നിഴല് പതിയുന്നത് കിഴക്ക് സൈഡിലേക്കായിരിക്കും. ക്ലിയർ ആയിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ഓർക്കണം. ഇത് വെച്ച് പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ക്ലിയർ കൺസെപ്റ്റ് ആയിരിക്കാം. അപ്പൊ ഇവിടെ നിന്ന് ചോദിക്കുന്ന ചോദ്യം ഇതാണ്, നോക്കുക. സൂര്യപ്രകാശം വന്നു, പടിഞ്ഞാറേക്കാണ് നിഴല് വീഴുന്നത്, അല്ലെ? നിഴൽ എപ്പോഴും പടിഞ്ഞാറ് സൈഡിലേക്കേ വീഴുള്ളൂ. ഇവിടുന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇങ്ങനെയാണ്, ഒരാളുടെ നിഴല് അയാളുടെ ഇടത് സൈഡിലാണ് വീണത് എന്ന് കരുതുക. അയാളുടെ ഇടത് ഹാൻഡിന്റെ സൈഡിലാണ് വീഴുന്നത് എന്ന് കരുതുക.
അയാളുടെ ഇടത് സൈഡിൽ ഇടത് കൈയുടെ വശത്താണ് നിഴല് കാണുന്നതെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ അയാൾ ഏത് ഡയറക്ഷൻ, ഏത് ദിശയിലേക്കാണ് അയാൾ ഫേസ് ചെയ്ത് നിൽക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക. അല്ലെങ്കിൽ അയാളുടെ വലത് സൈഡിലേക്കാണ് നിഴല് രാവിലെ കാണുന്നത്, അങ്ങനെയാണെങ്കിൽ അയാൾ ഏത് ദിശയിലേക്കാണ് നടന്നു പോയിക്കൊണ്ട് നിൽക്കുന്നത്? ക്ലിയർ ആണോ? ഓ, ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയാൽ നമുക്ക് മനസ്സിലാകും. ഒരാള് ഒന്നുകിൽ നോക്കുക, ഈസ്റ്റിൽ നിന്നാണ് നിഴൽ, എപ്പോഴും ഈ ഡയറക്ഷനിലെ നിഴൽ കാണുള്ളൂ. ഒന്നുകിൽ അയാള് ഇങ്ങോട്ട് നടന്നു പോകുന്നതായിരിക്കും, നോർത്തേൺ സൈഡിലോട്ടായിരിക്കും പോകുന്നത്, അല്ലെങ്കിൽ അയാൾ സൗത്തിലേക്കായിരിക്കും ഫേസ് ചെയ്ത് പോകുന്നത്, അല്ലെങ്കിൽ നടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എങ്കിൽ മാത്രമാണ് അയാളുടെ നിഴൽ ഇങ്ങനെ പൂർണ്ണമായിട്ട് ചരിഞ്ഞ് വീഴുള്ളൂ. ശരിയല്ലേ? പടിഞ്ഞാറേക്ക് ചരിഞ്ഞ് വീഴുള്ളൂ. അപ്പൊ നോർത്തിലേക്കാണോ സൗത്തിലേക്കാണോ അയാൾ ഫേസ് ചെയ്ത് നിൽക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ അയാൾ നടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നതാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ക്വസ്റ്റ്യൻ അതാണ്. ക്വസ്റ്റ്യൻ ഇതാണ്, ഒരാൾ നടന്നു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, അയാളുടെ ഇടതുവശത്താണ് രാവിലെ നിഴല് വീഴുന്നത്. അങ്ങനെയാണെങ്കിൽ അയാൾ ഏത് ദിശയിലേക്കാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്? അയാളുടെ ഇടതുവശം. അപ്പൊ സൂര്യപ്രകാശം ഇങ്ങനെ വരുന്നു, ഒരാൾ ഇവിടെ നിൽക്കുകയാണ്, ഇങ്ങനെ നിൽക്കുകയാണ്. ഓക്കെ, അയാളുടെ നിഴല് ഈ സൈഡിൽ വീണു. അയാൾ ഏത് ഡയറക്ഷനിൽ ഫേസ് ചെയ്താലായിരിക്കും അയാളുടെ ഇടതുവശത്ത് വീഴുക? ഏത് വശത്ത് ഫേസ് ചെയ്താലായിരിക്കും? ഒന്ന് നിങ്ങൾ നിന്ന് നോക്കിയേ. നമ്മുടെ ഇടതുവശത്ത് നിഴല് വീഴണമെങ്കിൽ ആ സൈഡിലാണ് കിഴക്ക്, സൂര്യൻ ഇങ്ങോട്ട് അടിക്കുന്നു, എന്റെ പടിഞ്ഞാറ് സൈഡില്, ഇടത് സൈഡില് എന്റെ നിഴല് വന്നു. ഞാൻ ഏത് സൈഡിലാണ് ഫേസ് ചെയ്ത് നിൽക്കണം? ഏത് സൈഡിൽ ഫേസ് ചെയ്യണം? നോക്കിയേ, എന്റെ ഇടത് കൈ അല്ലെ, ഇതാണ് ഇടത് കൈ. സോ ഈ സൈഡിൽ നിഴല് വീഴണമെങ്കിൽ ഞാൻ ഫേസ് ചെയ്ത് നിൽക്കുന്നത് നോർത്തിലേക്കായിരിക്കണം. എന്റെ ഇടത് സൈഡിലാണ് രാവിലെ നിഴല് വീഴുന്നതെങ്കിൽ ഞാൻ ഫേസ് ചെയ്ത് നിൽക്കുന്നത് നോർത്തിലേക്കായിരിക്കണം. കിട്ടിയോ? ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി രണ്ടാമത്തെ ചോദ്യം, എന്റെ വലതുവശത്താണ് നിഴല് വീണത്. ഞാനിവിടെ നിൽക്കുകയാണ്, എന്റെ രണ്ട് കൈയുണ്ട്, ഞാൻ ഇങ്ങനെ നിൽക്കുകയാണ് അല്ലെ. എന്റെ വലത് കൈയുടെ വശത്താണ് പടിഞ്ഞാറ് നിഴല് വീണത്, ഇങ്ങോട്ട് നിഴല് വീണു, ഇങ്ങോട്ട് എന്റെ നിഴല് വീണു. അതെന്റെ കൈയുടെ വലതുവശമാണ്. അപ്പൊ എന്റെ വലതുവശത്താണ് വരേണ്ടതെങ്കിൽ ഞാൻ എങ്ങോട്ടായിരിക്കും ഫേസ് നിൽക്കേണ്ടത്? ഇങ്ങോട്ടാണ്. ഇങ്ങോട്ട് ഫേസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇങ്ങോട്ട് നടന്നു വരുന്ന ഒരാളുടെ വലതുവശമാണ് ഈ സൈഡ് എന്ന് പറയുന്നത്. സോ പടിഞ്ഞാറ് വശത്ത് വരും. ഓർക്കുക, രാവിലെ നമ്മള് പടിഞ്ഞാറോട്ട് വടക്കോട്ട് നടന്നു കഴിഞ്ഞാൽ ഇടതുവശത്ത് നിഴല് വീഴും, തെക്കോട്ട് സഞ്ചരിച്ചു കഴിഞ്ഞാൽ എന്റെ വലതുവശത്തായിരിക്കും നിഴല് വീഴുന്നത്. ഈ രണ്ട് ക്വസ്റ്റ്യൻ ഓർത്താൽ മതി. ഇനി ഇതിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ക്വസ്റ്റ്യൻ ചോദിക്കും, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നിന്നു, നിഴല് വന്നു, അങ്ങനെ അയാളുടെ ഡയറക്ഷൻ ഏതാന്നൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കും. ഈ രണ്ട് കൺസെപ്റ്റ് മതി. ഞാൻ നോർത്തിലേക്കാണ് ഫേസ് ചെയ്ത് നിൽക്കുന്നതെങ്കിൽ രാവിലെ എന്റെ ഇടതുവശത്തായിരിക്കും പടിഞ്ഞാറ് നിഴല് വീഴുന്നത്. ഞാൻ സൗത്തിലോട്ടാണ് തിരിഞ്ഞു നിൽക്കുന്നതെങ്കിൽ എന്റെ വലതുവശത്തായിരിക്കും നിഴല് വീഴുന്നത് രാവിലെ. ഈവനിങ് ആണെങ്കിൽ നേരെ തിരിച്ചായിരിക്കും. ഡയറക്ഷൻ ഓർത്താൽ മതി. ഇവിടെ നിന്നായിരിക്കും സൂര്യപ്രകാശം അല്ലെ. ഈവനിങ് ആണെങ്കിൽ ആലോചിച്ച് നോക്കി, സൺസെറ്റിന്റെ സമയത്ത് കിഴക്കോട്ടായിരിക്കും നമ്മുടെ നിഴല് വീഴുന്നത്, കിഴക്കോട്ട്. അപ്പൊ ഒരാൾ ഇവിടെ നിൽക്കുകയാണ്, അയാളുടെ രണ്ട് കൈ, എനിക്ക് പിക്ചർ വരയ്ക്കാൻ അറിയില്ല കേട്ടോ. സോ രണ്ട് കൈയുണ്ട്, രണ്ട് കാലുണ്ട്. അയാളുടെ നിഴല് കിഴക്ക് വശത്ത് വീണു വൈകുന്നേരം. അത് അയാളുടെ വലത് സൈഡിലാണ് വീണെങ്കിൽ അയാൾ എങ്ങോട്ടായിരിക്കും തിരിഞ്ഞു നിൽക്കുന്നത്? വലത് കൈയുടെ വശത്താണെങ്കിൽ നോർത്തേൺ സൈഡിലോട്ട്, അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുമ്പോൾ അയാളുടെ വലതുവശം ഇപ്പുറം സൈഡ് വരുന്നത് അല്ലെ. ഇനി ഇടതുവശത്തോട്ടാണെങ്കിലോ അയാൾ തിരിഞ്ഞിരിക്കുന്നത്, ഇടതുവശമാണെങ്കിൽ ഇത് അയാളുടെ ഇടതുവശമാണെങ്കിലോ അയാൾ തിരിഞ്ഞിരിക്കുന്നത് ഇങ്ങോട്ടാണ്, സൗത്തിലേക്ക്. ഇതാണ് എന്റെ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ. 4 ചോദ്യങ്ങൾ മാത്രമേ അതിനകത്തുള്ളൂ. ഇത്രയും ബേസിക് കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ ഈ ഡയറക്ഷൻ, ഏത് ദിശയിലോട്ടാണ് നമ്മൾ നോക്കി നിൽക്കുന്നുള്ള ഏതൊരു ചോദ്യവും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ കഴിയും. ഓക്കെ ആണോ? ഇനി നമ്മൾ ഈ ഒരു ടോപ്പിക്കുമായിട്ട്, ഇതിന്റെ ഫസ്റ്റ് പാർട്ട് മാത്രമാണ്, ഇത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതുപോലെ 3 ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. അത് നമ്മൾ 3 വീഡിയോ ആയിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ ഉൾപ്പെടെ നമ്മൾ 10 ക്വസ്റ്റ്യൻ വെച്ച് നമ്മൾ പഠിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു കാരണവശാലും ഒരു മാർക്ക് പോലും ഇതിനകത്തുനിന്ന് പോകില്ല എന്ന് ഞാൻ 100% എഴുതി ഒപ്പിട്ട് തരാം. ഇതിനപ്പുറത്ത് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിൽ റീസണിങ്ങിൽ നിന്ന് ഡയറക്ഷനിൽ ക്വസ്റ്റ്യൻ വരില്ല, ഈ 4 ടൈപ്പിന് അപ്പുറത്തേക്ക്. സോ അത്രയും നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഉൾപ്പെടെയാണ് നമ്മൾ പഠിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ റെയിൽവേ സ്റ്റാഫ് നേഴ്സ് 2016 എക്സാം ക്വസ്റ്റ്യൻ ആണ്, 2018 എക്സാം ക്വസ്റ്റ്യൻ ആണ്. So first question, Mohan was facing east. He walked 4 kilometers forward and then
after turning to his right, walked 3 kilometers. Again, he turned to his right and walked 4 kilometers. After this, he turned back. Which direction was he facing at that time? Railway exam question ആണ്. സോ 4 ദിക്കുകൾ കൊടുത്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ കിട്ടിയാൽ എപ്പോഴും ഞാൻ പറഞ്ഞു ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ന്യൂസ് വരയ്ക്കണം. ഒരു ക്രോസ് വരച്ചിട്ട് ആരോ മാർക്ക് ന്യൂസ് കണ്ടോ, ഇതെല്ലാത്തിലും അങ്ങ് ചെയ്താൽ മാത്രം മതി കേട്ടോ. നിങ്ങൾ ന്യൂസ് വരച്ചു നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താ, മോഹൻ വാസ് ഫേസിംഗ് ഈസ്റ്റ്. അല്ല, മോഹൻ എവിടെ നിന്നാണെങ്കിലും നമ്മൾ സെന്റർ പോയിന്റിൽ നിന്ന് എടുക്കാവോ? മോഹൻ ഈസ്റ്റിലേക്ക് ഫേസ് നിൽക്കുകയാണ്. അതിനുശേഷം അയാൾ 4 കിലോമീറ്റർ സഞ്ചരിച്ചു കിഴക്കോട്ട്. 4 കിലോമീറ്റർ കിഴക്കോട്ട്, മുന്നിലോട്ട്, ഫോർവേഡ് സഞ്ചരിച്ചു കിഴക്കോട്ട്. ആൻഡ് ദെൻ ആഫ്റ്റർ ടേണിംഗ് ടു ഹിസ് റൈറ്റ് ഹി വാക്ക്ഡ് 3 കിലോമീറ്റർ. അടുത്ത് എന്താണ് പറയുന്നത്? റൈറ്റിലേക്ക് തിരിഞ്ഞു എന്നാണ്. കിഴക്കോട്ട് നടക്കുന്ന ഒരാളുടെ റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് ഈ സൈഡാണ്, അതായത് സൗത്തിലേക്കാണ്. അങ്ങോട്ട് 3 കിലോമീറ്റർ നടന്നു എന്നാണ് പറയുന്നത്. വീണ്ടും 3 കിലോമീറ്റർ നടന്നതിന് ശേഷം again he turned to his right and walked 4 kilometers. സോ സൗത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ആള് വലത്തോട്ട് വീണ്ടും തിരിഞ്ഞു. അയാൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ആളുടെ ആ ഡയറക്ഷൻ ഓർത്താൽ മതി. ഈ സൈഡാണ് വലത്ത്, അല്ലെ, ഇത് ഇടത് സൈഡ്. സോ ഇങ്ങോട്ട് അയാൾ എത്ര കിലോമീറ്റർ നടന്നു? 4 കിലോമീറ്റർ നടന്നു. 4 കിലോമീറ്റർ നടന്നു. സോ 4 കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ഇവിടെ നിന്ന് 4 കിലോമീറ്റർ ആയിക്കഴിഞ്ഞാൽ ഈ സെയിം ആണ്, അല്ലെ, ഈ സെയിം ഇവിടെയും 4 കിലോമീറ്റർ ആണ്. സോ ഇങ്ങോട്ട് 4 കിലോമീറ്റർ നടന്നാൽ നമ്മൾ ഈ ഒരു കറക്റ്റ് ആ ഒരു ലൈനിലേക്ക് തന്നെ എത്തും. 4 കിലോമീറ്റർ ക്ലിയർ അല്ലേ? ആ ഒരു ഡയറക്ഷനിൽ തന്നെ എത്തും. അപ്പൊ അയാൾ ഇപ്പൊ ഫേസ് ചെയ്ത് നിൽക്കുന്നത് ഈ ഒരു ഡയറക്ഷനിലാണ്. ദാറ്റ് ഈസ് വെസ്റ്റ് ഡയറക്ഷനിലേക്കാണ് അയാൾ ഫേസ് ചെയ്ത് നിൽക്കുന്നത്. അടുത്ത് പറയുന്നു ആഫ്റ്റർ ദിസ് ഹി ടേൺഡ് ബാക്ക്. നേരെ പുറകിലേക്ക് തിരിഞ്ഞു എന്നാണ്. അപ്പൊ ഫ്രണ്ടിലോട്ട് നോക്കി നിൽക്കുന്ന ആൾ നേരെ പുറകിലോട്ട് തിരിഞ്ഞു എന്ന് പറയാൻ അർത്ഥം എന്താണ്? ഇങ്ങോട്ട് നോക്കിയിരുന്ന ആൾ നേരെ 180 ഡിഗ്രി പുറകിലേക്ക് തിരിഞ്ഞു. തിരിച്ച് നേരെ ഇങ്ങോട്ട് തന്നെ തിരിഞ്ഞു, അല്ലെ? തിരിച്ച് ഇങ്ങോട്ട് ഈ ഡയറക്ഷനിലേക്ക് തിരിഞ്ഞു. ഇങ്ങോട്ട് ഡയറക്റ്റ് ചെയ്ത ആള് നേരെ പുറകിലേക്ക് തിരിഞ്ഞു. സോ ഈ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ ആരോ മാർക്ക് ഈസ്റ്റ് ഡയറക്ഷൻ ആണ്. സോ ആൻസർ എന്ന് പറയുന്നത് ഒരു ഡൗട്ടും വേണ്ട, ഓപ്ഷൻ എ ആണ്, കിഴക്കാണ് ആൻസർ. കിട്ടിയോ? ഈസ്റ്റ് ഡയറക്ഷനിലേക്കാണ് അയാൾ ഇപ്പോ ഫേസ് ചെയ്ത് നിൽക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ കിട്ടിയോ എല്ലാവർക്കും? ഞാൻ ഒന്നുകൂടി പറയാം, ഒന്ന് ക്ലിയർ ആയിട്ട് നോക്കൂ. നമ്മൾ ഏത് ക്വസ്റ്റ്യൻ ഇങ്ങനെ കിട്ടിയാലും ആദ്യം നമ്മൾ ന്യൂസ് വരയ്ക്കണം, അല്ലെ? ന്യൂസ് മുകളില് നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത്. അയാള് ആദ്യം വീട്ടിൽ നിന്ന് ഇറങ്ങി കിഴക്കോട്ട് ഫേസ് ചെയ്ത് നിൽക്കുന്നു. ഫേസ് ചെയ്ത് അയാള് 4 കിലോമീറ്റർ സഞ്ചരിച്ചു, അല്ലെ? 4 കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞിട്ട് അയാൾ വലത്തോട്ട് തിരിഞ്ഞു. സോ ഇങ്ങനെ നടക്കുന്ന ഒരാളുടെ വലതെന്ന് പറയുന്നത് ഈ സൈഡാണ്. സോ വലത്തോട്ട് സഞ്ചരിച്ച അയാള് 3 കിലോമീറ്റർ സഞ്ചരിച്ചു. സോ താഴേക്ക് സൗത്തിലേക്കാണ്, വലത്തോട്ട് എന്ന് പറയുന്നത് സൗത്തിലേക്കാണ്. അങ്ങനെ സഞ്ചരിക്കുന്ന ഒരാള് താഴേക്ക് പോയിട്ട് വീണ്ടും വലത്തോട്ട് തിരിഞ്ഞു. അയാളുടെ വലതുവശം എന്ന് പറയുന്നത് ഈ സൈഡ്. ഇത് കൈയായിട്ട് അങ്ങ് എടുത്താൽ മതി. ഇത് ഇടത് കൈ, ഇത് വലത് കൈ. സോ അയാൾ വീണ്ടും ഇങ്ങോട്ട് തിരിഞ്ഞു, 4 കിലോമീറ്റർ സഞ്ചരിച്ചു, വലത്തോട്ട് തിരിഞ്ഞു. അങ്ങനെ എത്തുമ്പോൾ കറക്റ്റ് ഈ ഒരു പോയിന്റിൽ തന്നെ എത്തും. പക്ഷെ അയാൾ ഫേസ് ചെയ്ത് നിൽക്കുന്നത് ഈ ഡയറക്ഷനാണ്. ദാറ്റ് ഈസ് വെസ്റ്റ് ഡയറക്ഷനിലേക്കാണ് അയാൾ ഫേസ് ചെയ്ത് നിൽക്കുന്നത്, അല്ലെ? സോ അടുത്ത് പറഞ്ഞ അയാളുടെ നേരെ പുറകിലേക്ക് തിരിഞ്ഞു. സോ ഇങ്ങനെ പുറകിലേക്ക് തിരിഞ്ഞു നേരെ ബാക്കിലേക്ക് തിരിഞ്ഞു എന്നാണ്, അല്ലെ? ഡയറക്ഷൻ നേരെ ഓപ്പോസിറ്റിലേക്ക് തിരിഞ്ഞു. ഇങ്ങനെ നിന്ന ആള് നേരെ തിരിഞ്ഞു പുറകിലേക്ക് തിരിഞ്ഞു. സോ ഈ ആരോ മാർക്ക് എന്ന് പറയുന്നത് ഏതാണ് ഡയറക്ഷൻ? കിഴക്കോട്ടാണ്. ആരോ മാർക്ക് ഡയറക്ഷൻ മാത്രം മതി. സോ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ എ, ഈസ്റ്റ് ആണ് ആൻസർ. കിട്ടിയോ? എല്ലാവർക്കും ചെയ്യാൻ പറ്റിയോ? ഇനി ബാക്കി നമുക്കൊരു 80 പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻ കൂടി വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ക്ലിയർ കട്ട് ആയിരിക്കും, പിന്നെ ഒരു ഡൗട്ടും വരില്ല കേട്ടോ. യെസ്. സോ ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. രണ്ടാമത്തെ ചോദ്യം, മിസ്റ്റർ എക്സ് വാക്സ് 5 kilometers towards the south and then turns to the right. After walking 3 kilometers, he turns to the left and walks 5 kilometers. What direction is he facing right now? ആദ്യം തന്നെ ന്യൂസ് വരയ്ക്കുക. ഇത് കുറച്ച് കഴിയുമ്പോൾ ഇതൊന്നും വേണ്ടി വരില്ല കേട്ടോ, നിങ്ങൾക്ക് ടെൻഷൻ അടിക്കണ്ട. ആരോ മാർക്ക് ഉൾപ്പെടെ ഞാൻ വരയ്ക്കുകയാണ്. ന്യൂസ്. മിസ്റ്റർ എക്സ് വാക്സ് 5 kilometers towards south. അപ്പൊ പോയിന്റ് നമ്മൾ ഇവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നു.
സൗത്തിലേക്ക് 5 കിലോമീറ്റർ നടന്നു താഴെ, അല്ലെ 5 കിലോമീറ്റർ നടന്നു. അടുത്ത് പറയുന്നു then he turns to the right. സൗത്തിലേക്ക് നടക്കുന്ന ഒരാളുടെ താഴേക്ക് ഫേസ് ചെയ്ത് നടക്കുന്ന ഒരാളുടെ വലതുവശം എന്ന് പറയുന്നത് ഏതാണ്? ഇതാണ്, അല്ലെ വലത് സൈഡ്. ഇതാണ് ഇടത് സൈഡ്. അപ്പൊ വലത്തോട്ട് തിരിഞ്ഞു എന്ന് പറഞ്ഞാൽ അയാൾ വെസ്റ്റ് ഡയറക്ഷനിലേക്ക് തിരിഞ്ഞു എന്നാണ്. ടേൺസ് ടു ദ റൈറ്റ് ആഫ്റ്റർ വാക്കിംഗ് 3 കിലോമീറ്റർ. 3 കിലോമീറ്റർ നടന്നു കഴിഞ്ഞപ്പോ അയാൾ എന്ത് ചെയ്തു? വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞു, ഇടത്തോട്ട്. അപ്പൊ ഇങ്ങനെ നടക്കുന്ന ഒരാള്, ഈ ഡയറക്ഷനിൽ നടക്കുന്ന ഒരാളുടെ വലതുവശം എന്ന് പറയുന്നത് ഇതാണ്, ഇടതുവശം എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ ഇടത്തോട്ട് തിരിഞ്ഞു എന്നാണ്, അല്ലെ? അപ്പൊ ഇങ്ങോട്ട് തിരിഞ്ഞു, ഇങ്ങോട്ട് തിരിഞ്ഞു എന്ന് പറയാൻ എങ്ങോട്ടാണ്? വീണ്ടും അയാൾ സൗത്തിലേക്ക് തിരിഞ്ഞു എന്നാണ്. ശരിയല്ലേ? സൗത്തിലേക്ക് തിരിഞ്ഞു എന്നാണ്. ആൻഡ് ഹി ടേൺസ് ടു ദ ലെഫ്റ്റ് ആൻഡ് വാക്സ് 5 കിലോമീറ്റർ. 5 കിലോമീറ്റർ നടന്നു. ആൻഡ് വാട്ട് ഡയറക്ഷൻ ഈസ് ഹി ഫേസിങ് റൈറ്റ് നൗ? ഇപ്പൊ അയാള് ഏത് ഡയറക്ഷനിലാണ് ഫേസ് ചെയ്ത് നിൽക്കുന്നത്? ഏത് ഡയറക്ഷനിലാണ് ഫേസ് ചെയ്തിരിക്കുന്നത്? ഈ താഴോട്ടുള്ള ഡയറക്ഷൻ, ദാറ്റ് ഈസ് താഴേക്കുള്ള ആരോ മാർക്ക് ഏതാണ്? സൗത്ത് ആണ്. സൗത്ത് ആണ് ആൻസർ. സോ ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. കിട്ടിയോ? ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഓക്കെ അല്ലേ? യെസ്. ആൻസർ ബി ആണ്. ഇനി മൂന്നാമത്തെ ചോദ്യം. Mr. X walks 15 kilometers towards north. He turns right and walks another 15 kilometers. He turns right and walks another 15 kilometers. In which direction is he from starting point? ഇവിടെ ക്ലിയർ ആയിട്ട് ക്വസ്റ്റ്യൻ വായിക്കണം. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇൻ വിച്ച് ഡയറക്ഷൻ ഈസ് ഷീ ഫ്രം സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ഏത് ഡയറക്ഷനാണ് നിൽക്കുന്നതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അല്ലാതെ ഇവിടെ ഇപ്പൊ എവിടെ ഫേസ് ചെയ്ത് നിൽക്കുന്നു എന്നല്ല ക്വസ്റ്റ്യൻ. സ്റ്റാർട്ടിൽ നിന്ന് ഏത് ഡയറക്ഷനാണ് നിൽക്കുന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ അവിടെ ഒരു ക്ലിയർ ആയിട്ട് ആ ഒരു ക്ലൂ ഓർത്തുകൊള്ളണം. ഇവിടെ നമ്മൾ മാറ്റമൊന്നുമില്ല. നമ്മൾ ന്യൂസ് വരയ്ക്കുന്നു, നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത്. ആരോ മാർക്കൊക്കെ നിങ്ങൾക്ക് തെറ്റാതിരിക്കാനാണ് ഞാൻ വരയ്ക്കുന്നത്. ആദ്യം ചെയ്യുന്നത് എന്താണ്? 15 കിലോമീറ്റർ നോർത്തിലേക്ക് നടന്നു. അപ്പൊ ഇവിടെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് 15 കിലോമീറ്റർ നോർത്ത് ഡയറക്ഷനിലേക്ക് നടന്നു. 15 കിലോമീറ്റർ നോർത്തിലേക്ക് നടന്നു. അവിടെ നിന്ന് നേരെ നോർത്തിലേക്ക് നടക്കുന്ന ഒരാളുടെ ഡയറക്ഷൻ വലതുവശം എന്ന് പറയുന്നത് ഇതാണ്, ഇടതുവശം. കാരണം അങ്ങോട്ട് തിരിഞ്ഞാണ് ഒരാൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 2 കൈയായിട്ട് എടുക്കുക. ഞാൻ ആരോ മാർക്ക് ഇട്ടേക്കുന്നത് 2 വലത് കൈയും ഇടത് കൈ. അപ്പൊ അടുത്ത് വലത്തോട്ട് തിരിഞ്ഞു എന്നാണ് കൊടുത്തിരിക്കുന്നത്. 15 കിലോമീറ്റർ നടന്നു കഴിഞ്ഞതിന് ശേഷം വലത്തോട്ട് തിരിഞ്ഞു, 15 കിലോമീറ്റർ സഞ്ചരിച്ചു. 15 കിലോമീറ്റർ വലത്തോട്ട് സഞ്ചരിച്ചു. ഈ ആരോ മാർക്ക് ഇടുമ്പോ നോക്ക്, ഇതാ വലതുവശം, ഇത് ഇടതുവശം. വീണ്ടും എന്താ? 15 കിലോമീറ്റർ നടന്നതിന് ശേഷം വീണ്ടും ഈ വലത്തോട്ട് തന്നെ തിരിഞ്ഞു, അല്ലെ? ഈ വലതുവശമാണ് വലത്ത്. സോ താഴേക്ക് എന്ത് ചെയ്തു? വീണ്ടും 15 കിലോമീറ്റർ സഞ്ചരിച്ചു. അപ്പൊ നമുക്കറിയാം ഇവിടെ 15 കിലോമീറ്റർ, ഈ സൈഡ് 15 കിലോമീറ്റർ ആണെങ്കിൽ ഉറപ്പായിട്ടും ഈ സൈഡ് 15 കിലോമീറ്റർ ആയപ്പോ ഈ പോയിന്റിലാണ് വന്ന് നിൽക്കുന്നത്. ശരിക്കും ഇപ്പൊ അവർ ഫേസ് ചെയ്ത് നിൽക്കുന്നത് എങ്ങോട്ടാണ്? ഈ ഡയറക്ഷനിലാണ്, അല്ലെ? ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഈ ഡയറക്ഷനിലാണ് ഫേസ് ചെയ്ത് നിൽക്കുന്നത് ശരിക്കും പറഞ്ഞാല്. അതായത് സൗത്തിലേക്ക് ഫേസ് ചെയ്താണ് ഇപ്പൊ നിൽക്കുന്നത്. ശരിയല്ലേ? പക്ഷെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇൻ വിച്ച് ഡയറക്ഷൻ ഈസ് ഷീ ഫ്രം സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ഒരാൾ നോക്കിയാൽ അവരിപ്പോ ഏത് ഡയറക്ഷനിലാണ്? ഇപ്പൊ ഇവിടെയാണ് നിൽക്കുന്നത്, അല്ലെ? ഇവിടെയാണ് നിൽക്കുന്നത്. ശരിയല്ലേ? അപ്പോ ഈ ഒരു ഡയറക്ഷനിലായിരിക്കും അവര് ഫേസ് ചെയ്ത് നിൽക്കുന്നത്, അല്ലെ? സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് നോക്കുന്ന ഒരാൾക്ക് ഈ ഡയറക്ഷൻ ആണ്, ഈ ഒരു ഡയറക്ഷൻ. ഈ ഡയറക്ഷൻ ആരോ മാർക്ക് എങ്ങോട്ടാണ്? ഈസ്റ്റിലോട്ടാണ്, കിഴക്കോട്ടാണ്. കൺസെപ്റ്റ് ക്ലിയർ ആണോ? കിഴക്കോട്ടാണ് തിരിഞ്ഞു നിൽക്കുന്നത്. ദാറ്റ് ഇസ് ആൻസർ എന്ന് പറഞ്ഞ ഓപ്ഷൻ സി ആണ്. ഓക്കെ അല്ലേ? കിട്ടിയോ? ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയണോ? ഒന്നുകൂടി പറയാം. അപ്പൊ നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത്. അപ്പൊ നോർത്തിലേക്ക് 15 കിലോമീറ്റർ, സ്റ്റാർട്ടിംഗ് പോയിന്റ് 15 കിലോമീറ്റർ നടന്നു. അവിടെ നിന്ന് എന്ത് ചെയ്തു? വലത്തോട്ട് തിരിഞ്ഞ് 15 കിലോമീറ്റർ പോയി. അവിടെ നിന്ന് വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് 15 കിലോമീറ്റർ പോയി. ഇതാണ് ക്വസ്റ്റ്യൻ. സോ അപ്പൊ ഇവിടെ ഈ ഒരു പോയിന്റിലേക്ക് എത്തി. ശരിക്കും പറഞ്ഞാൽ അവർ ഇങ്ങോട്ട് ഫേസ് ചെയ്താണ് നിൽക്കുന്നത്. ദാറ്റ് ഈസ് സൗത്തിലേക്കാണ് ഫേസ് ചെയ്ത് നിൽക്കുന്നത്.
പക്ഷെ ക്വസ്റ്റ്യൻ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് നോക്കുമ്പോൾ അല്ലെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ഏത് ഡയറക്ഷനിലാണെന്നാണ്. സോ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് അവരുടെ അമ്മ നോക്കുന്നു എന്ന് കരുതുക. അവർ നോക്കുമ്പോൾ എന്താണ് ഈ ഒരു ഡയറക്ഷനിലാണ് നിൽക്കുന്നത്. അതായത് ഈ ആരോ മാർക്ക് എന്ന് പറയുന്നത് ഈസ്റ്റ് ഡയറക്ഷനിലേക്കാണ്. സോ കിഴക്കേട്ടാണ് ഫേസ് ചെയ്ത് നിൽക്കുന്ന. ആൻസർ എന്നുള്ള ഓപ്ഷൻ സി ആണ്. ഓക്കെ അല്ലേ? യെസ്. നാലാമത്തെ ചോദ്യം. After starting from a point, a man walks 4 kilometers towards west. Then turning to his right, he moves 4 kilometers. After this, he again turns right and moves 4 kilometers. Which choice given below indicates the correct direction in which he is from his starting point? Starting point ൽ നിന്ന് അവിടെയും സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നുള്ള ഡയറക്ഷൻ ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. മാറ്റമൊന്നുമില്ല. സെയിം പിക്ചർ വരയ്ക്കുക. മുകളിൽ നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത്. ഓക്കെ അല്ലേ? ഇനി എ മാൻ സ്റ്റാർട്ടിംഗ് ഫ്രം എ പോയിന്റ്. സ്റ്റാർട്ടിംഗ് പോയിന്റ് മാറ്റമൊന്നുമില്ല, നമ്മുടെ സെന്റർ തന്നെയാണ്. ടുവേർഡ്സ് വെസ്റ്റ് ആണ് അല്ലെ. വെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് സഞ്ചരിച്ചു. എത്ര കിലോമീറ്റർ? 4 കിലോമീറ്റർ പടിഞ്ഞാറോട്ട് സഞ്ചരിച്ചു. ദെൻ ഹി ടേൺ ടു ഹിസ് റൈറ്റ്. അല്ല, ഇങ്ങോട്ട് സഞ്ചരിക്കുന്ന ഒരാളുടെ വലതുവശം എന്ന് പറയുന്നത് ഇതാണ്, ഇടതുവശം എന്ന് പറയുന്നത് ഇതാണ്. സോ അയാള് വലതുവശത്തേക്ക് ടേൺ ചെയ്തു, 4 കിലോമീറ്റർ വീണ്ടും സഞ്ചരിച്ചു. 4 കിലോമീറ്റർ ഈ ഒരു ഡയറക്ഷനിൽ സഞ്ചരിക്കുകയാണ്. സോ വീണ്ടും ആഫ്റ്റർ ദിസ് ഹി അഗൈൻ ടേൺസ് ടു ഹിസ് റൈറ്റ്. ഇങ്ങനെ പോകുന്ന ഒരാളുടെ വലതുവശം എന്ന് പറയുന്നത് ഇതാണ്. സോ വീണ്ടും അയാൾ വലത്തോട്ട് തിരിഞ്ഞു. വലത്തോട്ട് തിരിഞ്ഞ് 4 കിലോമീറ്റർ വീണ്ടും സഞ്ചരിച്ചു. സോ 4 കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെ 4 കിലോമീറ്റർ എന്ന് പറയുന്ന ഈ പോയിന്റ് ആണ് അല്ലെ. ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 4 കിലോമീറ്റർ ആകുമ്പോൾ ഇവിടെ അയാൾ തിരിഞ്ഞ് 4 കിലോമീറ്റർ ഇവിടെ എത്തി. ഇപ്പൊ ശരിക്കും അയാൾ ഏത് ഡയറക്ഷനാണ് ഫേസ് ചെയ്ത് നിൽക്കുന്നത്? ഈ ഡയറക്ഷനാണ്. ദാറ്റ് ഇസ് കിഴക്കോട്ടാണ്. ഈ ഒരു ഡയറക്ഷനാണ് അല്ലെ, കിഴക്കോട്ടാണ് ഡയറക്റ്റ് ഫേസ് ചെയ്ത് നിൽക്കുന്നത്. പക്ഷെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് which choice given below indicates the correct direction in which he is from his starting point. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് നോക്കുമ്പോൾ അയാൾ ഏത് ഡയറക്ഷനിലാണ് നിൽക്കുന്നത്? സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് നോക്കുമ്പോൾ ഏത് ഡയറക്ഷനാണ്? ഈ ഒരു ഡയറക്ഷനാണ്. ദാറ്റ് ഈസ് നോർത്ത് ഡയറക്ഷൻ ആണ് അല്ലെ. നോർത്ത് ഡയറക്ഷൻ ആണ്. ആരോ മാർക്ക് നോക്കിയാൽ മാത്രം മതി. നോർത്ത് ഡയറക്ഷനിലേക്കാണ് ഫേസ് ചെയ്ത് നിൽക്കുന്നത്. സോ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ്. നോർത്ത് ആണ് ആൻസർ. ഓക്കെ അല്ലേ? കിട്ടിയോ എല്ലാവർക്കും? യെസ്. യെസ്, ആൻസർ എന്ന് പറയുന്ന കറക്റ്റ് ഓപ്ഷൻ എ ആണ്. ദാറ്റ് ഈസ് നോർത്ത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. It starts in a certain direction and it takes a left turn. It then takes a right turn after traveling some distance and finally takes one more right turn. Which direction is the bus facing if it started facing east? Question ഓർക്കണം, ക്വസ്റ്റ്യന്റെ സ്റ്റാർട്ട് കിടക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും എൻഡിലാണ്. കാരണം സ്റ്റാർട്ടഡ് ഫേസിങ് ഈസ്റ്റ് ആണ്. ബസിന്റെ സ്റ്റാർട്ടിങ് തുടങ്ങിയത് ഈസ്റ്റ് ഡയറക്ഷനിലേക്കാണ്. സോ ലാസ്റ്റിലാണ് ക്ലൂ കിടക്കുന്നത്. അല്ലെങ്കിൽ സ്റ്റാർട്ട് നമുക്ക് മനസ്സിലായേണ്ടത് കിടക്കുന്നത് ഏറ്റവും അവസാനമാണ്. നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത്. അയാള് വണ്ടി ഓടിച്ചു തുടങ്ങിയത് ഈസ്റ്റിലേക്ക് ഫേസ് ചെയ്തിട്ടാണ്. അപ്പൊ വണ്ടി ഇങ്ങോട്ടാണ് ഓടിത്തുടങ്ങിയത്. കിട്ടിയോ? വണ്ടി ഈസ്റ്റിലേക്ക് ഓടിത്തുടങ്ങി. ദെൻ അതിനുശേഷം അയാൾ എന്ത് ചെയ്തു? ഇടത്തോട്ട് തിരിഞ്ഞു. ഇങ്ങോട്ട് തിരിയും. ഈ ഈസ്റ്റിലേക്ക് ട്രാവൽ ചെയ്യുന്ന ഒരു ബസിന്റെ ഇടതുവശം എന്ന് പറയുന്നത് ഇതാണ്, വലതുവശം എന്ന് പറയുന്നത് ഇതാണ്. സോ ലെഫ്റ്റ് ടേൺ എടുത്തു. സോ കുറച്ചു ദൂരം സഞ്ചരിച്ചതിന് ശേഷം റൈറ്റ് ടേൺ. വീണ്ടും ഇങ്ങനെ ഡയറക്റ്റ് നോർത്തേൺ ഡയറക്ഷൻ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് എന്ത് ചെയ്തു? വലത്തേക്ക് തിരിഞ്ഞു. വലതുവശം എന്ന് പറയുന്നത് ഇതാണ്, ഇടതുവശം തരാം. സോ വലത്തേക്ക് തിരിഞ്ഞു, കുറച്ചു ദൂരം സഞ്ചരിച്ചു. ക്ലിയർ അല്ലേ? Then, and after traveling some distance, finally takes one more right. ഇങ്ങനെ പോകുന്ന ഒരാളുടെ വലതുവശം എന്ന് പറയുന്നത് ഇതാണ്. സോ ഒരു റൈറ്റ് ടേൺ കൂടി എടുത്തു, അതായത് താഴേക്ക് അല്ലെ. റൈറ്റ് ടേൺ എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടാണ്, ഈ ഒരു ഡയറക്ഷൻ, താഴേക്ക് ഈ ഡയറക്ഷനാണ്. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഇൻ വിച്ച് ഡയറക്ഷൻ ഇസ് ദ ബസ് ഫേസിങ് ഇറ്റ് ഇഫ് ഇറ്റ് സ്റ്റാർട്ടഡ് ഫേസിങ് ഈസ്റ്റ്? അങ്ങനെയാണ് ഇപ്പൊ ബസ് ഏത് ഡയറക്ഷനാണ് ഫേസ് ചെയ്ത് നിൽക്കുന്നതെന്നാണ്. ദാറ്റ് ഈസ് താഴേക്കാണ്. ആരോ മാർക്ക്. ആൻസർ എന്ന് പറയുന്നത് സൗത്ത്.
ശരിയല്ലേ? സൗത്ത് ആണ് ആൻസർ എന്ന ഓപ്ഷൻ എ ആണ്. കിട്ടിയോ? സോ ആൻസർ എന്ന ഓപ്ഷൻ എ ആണ്, സൗത്ത് ആണ് ആൻസർ വരിക. ക്ലിയർ ആണോ? ക്ലാരിറ്റി ആണോ? യെസ്. ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ മീൻസ് തെറ്റിപ്പോരുത്. ആറാമത്തെ ചോദ്യം. Rohit walks 3 kilometers north from his home. He then takes a left turn and walks some distance. Then he turns right. Which direction is he facing? ഒരു ഡൗട്ടും വേണ്ട, പിക്ചർ വരയ്ക്കാൻ. ന്യൂസ് രോഹിത് വാക്ക് 3 kilometers നോർത്ത് ആണ് അല്ലെ, നോർത്ത് വടക്കോട്ട് സഞ്ചരിച്ചു. ദെൻ ഹി ടേക്സ് എ ലെഫ്റ്റ് ടേൺ. അയാളുടെ ലെഫ്റ്റ് ടേൺ എന്ന് പറയുന്നത് ഈ സൈഡിലേക്കായിരിക്കും, ലെഫ്റ്റ് വശം അല്ലെ, ദാറ്റ് ഈസ് പടിഞ്ഞാറോട്ട് സഞ്ചരിക്കും. ലെഫ്റ്റ് ടേൺ ആൻഡ് വാക്ക് സം ഡിസ്റ്റൻസ്. ദെൻ ഹി ടേൺസ് റൈറ്റ്. ഇങ്ങനെ പോകുന്ന ഒരാളുടെ റൈറ്റ് എന്ന് പറയുന്നത് ഇതാണ്, ലെഫ്റ്റ് എന്ന് പറയുന്നതാണ്. സോ ഇങ്ങോട്ട് തിരിഞ്ഞു, ലെഫ്റ്റ് അല്ല റൈറ്റ് ടേൺ ആണ് അല്ലെ, സോറി. ടേക്സ് എ ലെഫ്റ്റ് ടേൺ വാക്ക് സം ഡിസ്റ്റൻസ്. ദെൻ ഹി ടേൺസ് റൈറ്റ് അല്ല, റൈറ്റ് ആണ്. റൈറ്റ് എന്ന് പറയുന്നത് ഈ സൈഡിലോട്ടാണ് അയാൾ തിരിഞ്ഞത്. അങ്ങനെയാണെങ്കിൽ വിച്ച് ഡയറക്ഷൻ ഈസ് ഹി ഫേസിങ്? ഏത് ഡയറക്ഷൻ ആണ്? ഈ ആരോ മാർക്ക്, ഹോളിലേക്കുള്ള ആരോ മാർക്ക് എന്ന് പറയുന്നതാണ് നോർത്ത് ആണ്. ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ്, നോർത്ത് ഡയറക്ഷൻ ആണ്. കിട്ടിയോ? ഡൗട്ട് ഉണ്ടോ? സിമ്പിൾ അല്ലേ? യെസ്, നോർത്ത് ഡയറക്ഷൻ ആണ് ആൻസർ വരിക. ഈ ആരോ മാർക്ക് കറക്റ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു ഡൗട്ടും അതിനകത്ത് വരില്ല. ഓക്കെ അല്ലേ? യെസ്, നോർത്ത് ആണ് ആൻസർ. Question number 7. Johan starts for morning walk towards west. He walks 1 kilometer, then turns to left and walks 600 meter. Then turns left and walks 1.3 kilometer. Again he turns right and walks 600 meter further. In which direction is he moving now? So, എല്ലാ ക്വസ്റ്റിനും പോലെ തന്നെ നമ്മൾ കുരിശ് വരച്ചു. ന്യൂസ് NEWS. സോ ആദ്യം സഞ്ചരിക്കുന്നത് വെസ്റ്റിലോട്ടാണ് അല്ലെ, പടിഞ്ഞാറോട്ട്. എത്ര സഞ്ചരിച്ചു? 1 kilometer സഞ്ചരിച്ചു. 1 kilometer പടിഞ്ഞാറോട്ട് സഞ്ചരിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം അയാള് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു, 600 മീറ്റർ സഞ്ചരിച്ചു. ഇങ്ങനെ സഞ്ചരിക്കുന്ന ഒരാളുടെ ഇടതുവശം എന്ന് പറയുന്നത് ഇതാണ്, ഇത് വലതുവശമാണ്. സോ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു. ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് 600 മീറ്റർ സഞ്ചരിച്ചു. വീണ്ടും ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു. സോ ഇങ്ങനെ സഞ്ചരിക്കുന്ന ഒരാളുടെ ലെഫ്റ്റ് എന്ന് പറയുന്നത് ഏതാണ്? ഈ വശമാണ് അല്ലെ, ലെഫ്റ്റ്. ഇത് റൈറ്റ് സൈഡ്. സോ അയാൾ വീണ്ടും ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു. ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് എത്ര സഞ്ചരിച്ചു? 1.3 കിലോമീറ്റർ. സോ നമുക്ക് ഇവിടെ ഈ ഒരു പോയിന്റ് എത്തുമ്പോൾ കണ്ടോ, ഈ ഒരു ഡിസ്റ്റൻസ് ആണ് 1 കിലോമീറ്റർ. സോ നമ്മൾ നടന്ന് 1 കിലോമീറ്റർ എത്തി ഈ ഒരു പോയിന്റ് എത്തി. സോ നമ്മൾ ഇത് ക്രോസ് ചെയ്ത് വീണ്ടും ഒരു 300 മീറ്റർ കൂടി സഞ്ചരിച്ചു. 300 മീറ്റർ, കാരണം 1.3 കിലോമീറ്റർ സഞ്ചരിച്ചു. 1 കിലോമീറ്റർ എത്തുമ്പോൾ നമ്മൾ ഈ ഒരു പോയിന്റിൽ എത്തി. വീണ്ടും അങ്ങോട്ട് ഒരു 300 മീറ്റർ കൂടി സഞ്ചരിച്ചു. ശരിയല്ലേ? 300 മീറ്റർ കൂടി എക്സ്ട്രാ സഞ്ചരിച്ചു. ഈ ഒരു പോയിന്റ് കൃത്യം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് ഓർക്കണം. കാരണം ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ വീണ്ടും തിരിയുമ്പോൾ വ്യത്യാസം വരും. അപ്പൊ ഇവിടെ 1 കിലോമീറ്റർ എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ എത്തിക്കഴിഞ്ഞു, 1 കിലോമീറ്റർ. അത് കഴിഞ്ഞ് വീണ്ടും ഒരു 300 മീറ്റർ കൂടി സഞ്ചരിച്ചു. അപ്പൊ എവിടെ എത്തി? ഈസ്റ്റ് ഡയറക്ഷൻ, അപ്പുറത്തെ സൈഡിലേക്ക് എത്തിക്കഴിഞ്ഞു. വീണ്ടും എന്ത് ചെയ്തു? അയാള് ഒരു റൈറ്റ് ടേൺ എടുത്തു. റൈറ്റ് ടേൺ, ഇങ്ങനെ സഞ്ചരിക്കുന്ന ഒരാളിന്റെ വലതുവശം എന്ന് പറയുന്നത് ഈ സൈഡാണ് അല്ലെ. സോ റൈറ്റ് ടേൺ, ഇങ്ങോട്ട് സഞ്ചരിച്ചു, താഴേക്ക്. റൈറ്റ് ടേൺ എടുത്ത് താഴേക്ക് സഞ്ചരിച്ചു, 600 മീറ്റർ സഞ്ചരിച്ചു. അങ്ങനെയാണെങ്കിൽ ഏത് ഡയറക്ഷനിലേക്കാണ് ഫേസ് ചെയ്തിരിക്കുന്നത്? സോ ഈ ആരോ മാർക്ക് ഏത് ഡയറക്ഷനാണ്? താഴോട്ടുള്ള ആരോ മാർക്ക് ഏതാ? സൗത്ത് ആണ്. താഴോട്ടുള്ള ആരോ മാർക്ക് ഡയറക്ഷൻ എന്ന് പറയുന്നത് സൗത്ത് ആണ്. ആൻസർ എന്ന് പറയുന്നത് ഇതാ, ഓപ്ഷൻ ഡി ഇസ് ദ ആൻസർ. ദാറ്റ് ഈസ് സൗത്ത് ആണ് ആൻസർ. കിട്ടിയോ? ഒരു ഡൗട്ടും വേണ്ട, ആൻസർ എന്ന് പറയുന്നത് സൗത്ത് ആണ്, ഓപ്ഷൻ ഡി. സോ വരയ്ക്കുന്നത് കൃത്യമായിട്ട് ഡയറക്ഷൻ വരയ്ക്കുന്നു. ആൻസർ ഡി ആണ്, സൗത്ത് ആണ് ആൻസർ എന്ന് പറയുന്നത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 8. A person walks towards his house at 8 a.m. and observes his shadow to his right. In which direction is he walking? He is walking. ഞാനിത് പറഞ്ഞു, ഷാഡോ അല്ലെ, സൺ ആൻഡ് ഷാഡോ റിലേറ്റഡ് പ്രോബ്ലം ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത്. സോ ഇതും സെയിം തന്നെയാണ്, ഡയറക്ഷൻ വരയ്ക്കണം. ഈസ്റ്റ്
വെസ്റ്റ്, നോർത്ത്, സൗത്ത്. സോ ഈസ്റ്റ് ഡയറക്ഷനിൽ എന്തായിരിക്കും സൂര്യൻ അടിക്കുന്നത്? സോ അയാളുടെ ഇമേജ് അല്ലെങ്കിൽ ഷാഡോ എന്ന് പറയുന്നത് വെസ്റ്റ് ഡയറക്ഷനിലേക്കായിരിക്കും വീഴുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരാൾ ഇവിടെ നിൽക്കുകയാണ് അല്ലെ, ഒരാൾ ഇവിടെ നിൽക്കുകയാണ്, അയാൾ ഏത് ഡയറക്ഷൻ ഫേസ് ചെയ്ത് നിൽക്കണമെന്നാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം ഇതിൽ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? മോർണിംഗ് ആണ്, ഷാഡോ ടു ഹിസ് റൈറ്റ്, അയാളുടെ വലത് വശത്താണ് വീണിരിക്കുന്നത്. ഇയാളുടെ വലത് കൈ ഈ വശത്ത് വരണമെങ്കിൽ അയാൾ ഏത് ഡയറക്ഷനിലായിരിക്കും ഫേസ് ചെയ്ത് നിൽക്കുന്നത്? വലതുവശത്തേക്കാണെങ്കിൽ ഇങ്ങോട്ടാണ് അല്ലെ, ഇങ്ങോട്ട് താഴെ സൗത്തിലേക്ക് ഫേസ് ചെയ്ത് നിന്നാൽ മാത്രമേ അയാളുടെ വലതുവശത്ത് ഇമേജ് കാണാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇടത്തുള്ളൂ വലത് കൈയുടെ വശത്ത്. ഇടത് കൈയുടെ വശത്താണ് വീഴണമെങ്കിൽ അയാള് നേരെ തിരിഞ്ഞു നിൽക്കണമായിരുന്നു അല്ലെ, അങ്ങോട്ട് ഫേസ് ചെയ്യുന്നെങ്കിൽ അയാളുടെ ഇടത് കൈയുടെ വശത്ത് വീണേനെ. സോ അപ്പൊ അയാൾ ഫേസ് ചെയ്ത് നിൽക്കുന്നത് സൗത്ത് ഡയറക്ഷനിലാണ്. ക്ലിയർ അല്ലേ? സൗത്ത് ഡയറക്ഷനിലാണ്. ഞങ്ങൾ ആദ്യം തന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഡയറക്ഷൻ നിങ്ങൾക്ക് പഠിച്ചു വെക്കാവുന്നേ ഉള്ളൂ. ഓക്കെ ആണോ? ആൻസർ എന്ന് പറയുന്നത് സൗത്ത് ആണ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? മനസ്സിലായോ അത്? സോ ഇതിന്റെ രണ്ട് ചോദ്യങ്ങൾ കൂടി നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത് ഇന്ന് കഴിഞ്ഞ് ഫസ്റ്റ് സെക്ഷൻ കംപ്ലീറ്റ് ആയി. ആൻസർ ബി സൗത്ത് ആണ് ആൻസർ. 9ാമത്തെ ചോദ്യം. രാമു ആൻഡ് രാജു ആർ ഡൂയിങ് യോഗ ഇൻ ദ മോർണിംഗ്. ദേ ആർ ഫേസിങ് ഈച്ച് അതർ. രണ്ടുപേരും അങ്ങോട്ട് ഫേസ് ചെയ്ത് നിൽക്കുകയാണ്. രാജുസ് ഷാഡോ ഫാൾസ് ടു ദ ലെഫ്റ്റ് സൈഡ് ഓഫ് രാമു. രാമുവിന്റെ ലെഫ്റ്റ് സൈഡിൽ രാജുവിന്റെ ഷാഡോ വീണു. അങ്ങനെയാണെങ്കിൽ രാമു ഏത് ഡയറക്ഷനിലാണ് ഫേസ് ചെയ്ത് നിൽക്കുന്നത്? സിമ്പിൾ ആണ്. നമ്മൾ പടം വരയ്ക്കുക. ഈസ്റ്റ്, വെസ്റ്റ്, നോർത്ത്, സൗത്ത് അല്ലെ. രണ്ടുപേര്, ഇവിടെ ഒരാൾ നിൽക്കുന്നു, അങ്ങോട്ട് തിരിഞ്ഞ് ഒരാളും നിൽക്കുന്നു. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നിൽക്കുന്നു. ഓ, രാമുവിന്റെ ലെഫ്റ്റ് സൈഡിൽ രാജുവിന്റെ ഷാഡോ വീണു. ലെഫ്റ്റ് സൈഡിൽ രാജുവിന്റെ ഷാഡോ വീണു എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡ് അല്ലെ, ലെഫ്റ്റ് സൈഡിൽ ഷാഡോ. നമ്മൾ ലെഫ്റ്റിലോട്ടാണ് ഷാഡോ വീഴുന്നത്, ഇവന്റെ ഷാഡോ അല്ലേ. യെസ്, രാജുവിന്റെ ഷാഡോ ലെഫ്റ്റ് സൈഡിലേക്ക് കിടപ്പുണ്ട്. അത് രാമുവിന്റെ ലെഫ്റ്റ് സൈഡിലാണ്. രാമുവിന്റെ ലെഫ്റ്റ് ഹാൻഡ്, ലെഫ്റ്റ് സൈഡ്. രാമുവിന്റെ ലെഫ്റ്റ് സൈഡിൽ വീഴണമെങ്കിൽ രാമു എങ്ങോട്ടായിരിക്കണം ഫേസ് ചെയ്ത് നിൽക്കേണ്ടത്? ഇങ്ങോട്ട് ഫേസ് ചെയ്ത് നിൽക്കണം അല്ലെ. നോർത്തിലേക്ക് ഫേസ് ചെയ്ത് നിന്നാലേ രാമുവിന്റെ ലെഫ്റ്റ് സൈഡിൽ ഷാഡോ കാണാൻ പറ്റൂ. രാമുവിന്റെ ലെഫ്റ്റ് സൈഡിൽ രാജുവിന്റെ ഷാഡോ ഈ സൈഡിലാണ് കാണുന്നത്, പടിഞ്ഞാറ് സൈഡിൽ. അപ്പൊ അത് കാണണമെങ്കിൽ രാമു നിൽക്കേണ്ടത് നോർത്തിലേക്ക് ഫേസ് ചെയ്തായിരിക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ചോദിക്കാം. ഈ രാജു, ഇതാണ് രാജു അല്ലെ, പരസ്പരം തിരിഞ്ഞിരിക്കുകയാണ് രാജു രാമു. അപ്പൊ രാജുവിന്റെ ഏത് സൈഡിലായിരിക്കും അപ്പൊ ഇമേജ് എന്ന് പറയുന്നത്? ശരിക്കും രാമു ഇങ്ങോട്ടാണ് അല്ലെ, പരസ്പരം തിരിഞ്ഞിരിക്കുകയാണ്. സോ രാമുവിന്റെ വലതു സൈഡിലാണ് ഇമേജ് കിടക്കുന്നത്, വെസ്റ്റ് സൈഡ്. രാമുവിന്റെ വലത് സൈഡിൽ. അപ്പൊ രാമു ഫേസ് ചെയ്ത് നിൽക്കുന്നത് സൗത്തിലോട്ടുമാണ്. രാജുവിന്റെ ലെഫ്റ്റ് സൈഡിലാണ് ഇമേജ്, അതുകൊണ്ട് തന്നെ രാജു ഫേസ് ചെയ്തിരിക്കുന്നത് രാമുവിന്റെ ഇടത് സൈഡാണ് അല്ലെ, രാമുവിന്റെ ലെഫ്റ്റ് സൈഡാണ്. അപ്പൊ രാമു ഫേസ് ചെയ്തിരിക്കുന്നത് നോർത്തിലോട്ടാണ്, രാജു ഫേസ് ചെയ്തിരിക്കുന്നത് സൗത്തിലോട്ടാണ്. കാരണം രാജുവിന്റെ വലത് സൈഡിലായിരിക്കും ഇമേജ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലെ? അപ്പൊ രാമുവിന്റെ ലെഫ്റ്റ് സൈഡിൽ വീഴണമെങ്കിൽ രാമു നോർത്തിലോട്ടായിരിക്കണം ഫേസ് ചെയ്ത് നിൽക്കേണ്ടത്. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, നോർത്ത് ആണ് ആൻസർ. ഓക്കെ അല്ലേ? നോർത്ത് ആണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. X and Y are looking at each other at the time of sunrise. ഇവിടെ സൺറൈസ് തന്നെ മോർണിംഗ് ആണ്. The shadow of Y is falling on the right side of X. Which way is Y looking? ഏത് ഫേസ് ചെയ്ത് അല്ലെങ്കിൽ ഏത് ഡയറക്ഷൻ ഫേസ് ചെയ്തിട്ടാണ് Y നോക്കി നിൽക്കുന്നത്? ഇതും സെയിം തന്നെയാണ്. നോക്കി, നേരത്തെ പോലെ തന്നെ നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് അല്ലെ. സൂര്യന്റെ പ്രകാശം ഇവിടെ നിന്ന് വീഴുന്നു, ഷാഡോ ഇവിടെ വീഴുന്നു. അപ്പൊ രണ്ടുപേര് പരസ്പരം തിരിഞ്ഞിരിക്കുന്നു അല്ലെ. ഒരാള് അവിടെ നിന്ന് ഇങ്ങനെ നിൽപ്പുണ്ട്, ഇവിടെ നിന്ന് ഒരാൾ അങ്ങോട്ട് തിരിഞ്ഞ്, രണ്ട് കൈ രണ്ട് കാല് പോട്ടെ, രണ്ടുപേര് നിൽക്കുകയാണ്. അപ്പൊ നമുക്ക് അറിയാം ഇമേജ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഷാഡോ എന്ന് പറയുന്നത് ഈ ഒരു ഡയറക്ഷനിലായിരിക്കും കിട്ടുക. ഇവിടെ നോക്കിയേ, ഷാഡോ Y is falling on the right side of X. റൈറ്റ് സൈഡ് വരണമെങ്കിൽ
അല്ലെ വലതുവശം വരണമെങ്കിൽ അയാളുടെ കൈ ഈ സൈഡ് ആയിരിക്കണം. സോ ഈ സൈഡ് വലത് കൈ വരണമെങ്കിൽ അയാൾ ഫേസ് ചെയ്യേണ്ടത് ഇങ്ങോട്ട് ഈ ഡയറക്ഷനിലായിരിക്കണം ഫേസ് ചെയ്യുന്നത്, സൗത്ത് ഡയറക്ഷനിലായിരിക്കും. ക്ലിയർ അല്ലേ? സോ ഷാഡോ ഓഫ് വൈ ഈസ് ഫോളിങ് ഓൺ ദ റൈറ്റ് സൈഡ് ഓഫ് എക്സ് ആണ്. റൈറ്റ് സൈഡ് ഓഫ് എക്സ്, എക്സിന്റെ റൈറ്റ് സൈഡിൽ കിടക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ എക്സ് ആരാണ്? ഈ നിൽക്കുന്ന ആളാണ് എക്സ്. എങ്കിൽ അയാളുടെ വലതുവശത്ത്, വലത് കൈയുടെ വശത്ത് ഷാഡോ വെസ്റ്റ് സൈഡിൽ കിട്ടുള്ളൂ. സോ എക്സ് നിൽക്കുന്നത് ഏത് ഡയറക്ഷൻ ഫേസ് ചെയ്തിട്ടാണ്? നോർത്ത് ഡയറക്ഷൻ ഫേസ് ചെയ്തിട്ടാണ്. പക്ഷെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വൈ ആണ്. ഈ വൈയുടെ ഷാഡോ ആണ് അയാളുടെ റൈറ്റ് സൈഡിൽ കിട്ടിയത് അല്ലെ? ഷാഡോ വൈ ഈസ് ഫാളിംഗ് ഓൺ ദ റൈറ്റ് സൈഡ് ഓഫ് എക്സ്, റൈറ്റ് സൈഡ് ഓഫ് എക്സ്. എക്സ് നിൽക്കുന്നത് റൈറ്റ് സൈഡിൽ വരണമെങ്കിൽ എക്സ് ഫേസ് ചെയ്യുന്നത് സൗത്തിലേക്കാണ്. അങ്ങനെയാണെങ്കിൽ വൈ ഫേസ് ചെയ്തിരിക്കുന്നത് എങ്ങോട്ടായിരിക്കും? എങ്ങോട്ടായിരിക്കും? നോർത്തിലോട്ടാണ്. നോർത്ത് ഡയറക്ഷനിലായിരിക്കും ഫേസ് ചെയ്തിരിക്കുന്നത്. സോ ആൻസർ എന്ന് പറയുന്നത് ഒരു ഡൗട്ടും വേണ്ട, ആൻസർ എന്ന് പറയുന്നത് നോർത്ത് ആണ്. ദാറ്റ് ഈസ് ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. കിട്ടിയോ? ഓക്കെ ആണോ? യെസ്. അപ്പൊ 10 ക്വസ്റ്റ്യൻസ് നമ്മളപ്പോ ഫസ്റ്റ് ഡയറക്ഷൻ, ഏത് ഡയറക്ഷൻ ഫേസ് ചെയ്തിരിക്കുന്നത് 3 രീതിയിലുള്ള ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചു. ഒന്ന് ഫൈനൽ പോയിന്റ് എവിടെയാണെന്ന്, മീൻസ് ഏത് ഡയറക്ഷനാണ് പഠിക്കും. അത് രണ്ടാം സ്റ്റാർട്ടിംഗ് പോയിന്റുമായിട്ട് റിലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഏത് ഡയറക്ഷനാണ് ഫേസ് ചെയ്ത് നോക്കുന്നു. പിന്നെ സൺറൈസ് അല്ലെങ്കിൽ സൺസെറ്റും ഷാഡോ ആയിട്ടുള്ള പ്രോബ്ലം പഠിക്കും. ഇതാണ് ഡയറക്ഷൻ ബേസ് ചെയ്തത്. ഇനി ആംഗിൾ, ആന്റി ക്ലോക്ക്വൈസ് ക്ലോക്ക്വൈസ് ഡയറക്ഷൻ ആംഗിൾ, അതുപോലെ ഡിസ്റ്റൻസ്, അതുപോലെ നോർത്ത് ഈസ്റ്റ് നോർത്ത് വെസ്റ്റ് പോലുള്ള ഇതിന്റെ ഇടയ്ക്ക് വരുന്ന ഡയറക്ഷനുള്ള പ്രോബ്ലംസ് ലാസ്റ്റ് പാർട്ടായിട്ട് നമ്മൾ പഠിക്കും. അപ്പോ ഫസ്റ്റ് പാർട്ട് നമ്മൾ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞു. അതുമായിട്ട് 10 പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻ നമ്മൾ വർക്ക്ഔട്ട് ചെയ്തു. എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾ ക്ലിയർ ആയിട്ട് 4 പാർട്ടും പഠിച്ചു കഴിയുമ്പോൾ ഈ ഡയറക്ഷൻ എന്ന് പറയുന്ന പാർട്ടിൽ നിന്ന് 1 മാർക്ക് പോലും നിങ്ങൾക്ക് ഒരു എക്സാമിന് പോകില്ല. അത് ഞാൻ ഗ്യാരണ്ടി തരാം. അത് SSC എക്സാം ആയിക്കോട്ടെ, UPSC എക്സാം ആയിക്കോട്ടെ, സ്റ്റാഫ് സെലക്ഷന്റെ മീൻസ് ഗ്രൂപ്പ് ഡിയോ ഏത് എക്സാം ആയിക്കോട്ടെ, റെയിൽവേയോ NTPCയോ അല്ലെങ്കിൽ DSSBയോ ജിപ്മറോ ഏത് എക്സാം ആയിക്കോട്ടെ, ഇതിലൊന്നും നിങ്ങൾക്ക് ഒരു മാർഗം പോകില്ല, ഞാൻ ഉറപ്പായിരുന്നു. സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ പഠിക്കുക. സോ നമ്മുടെ റെയിൽവേ സ്റ്റാഫ് നേഴ്സ് എക്സാമിന്റെ ബാച്ചിലെ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്ലാസ്സുകൾ നമ്മൾ ആരംഭിച്ചു. ഫസ്റ്റ് നോൺ നേഴ്സിംഗ് സബ്ജക്ട്സിന്റെ അരിത്തമാറ്റിക് ഓപ്പറേഷൻ, രണ്ടാമത്തെ ക്ലാസ് വെൻ ഡയഗ്രാം നമ്മൾ കഴിഞ്ഞ ദിവസം കംപ്ലീറ്റ് ചെയ്തു. സോ വെൻ ഡയഗ്രാമത്തിന്റെ രണ്ടാമത്തെ പാർട്ട് വരുന്നത് ഞായറാഴ്ചയാണ് ക്ലാസ് വരുന്നത്. സോ റീസണിങ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് ദയവ് ചെയ്ത് ക്ലാസ് ആദ്യം മുതൽ തന്നെ മിസ്സാക്കാതെ പഠിക്കുക. കാരണം അത്രയും ഇമ്പോർട്ടന്റ് ആണ് 30 മാർക്ക് എന്ന് പറയുന്നത്. സോ അതുപോലെ തന്നെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് നന്നായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട്, നന്നായിട്ട് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ നേഴ്സസ് സക്സസ് മാജിക് കരിയർ പോയിന്റ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകളും മോഡൽ എക്സാമുകളും ഒക്കെ വർക്ക്ഔട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ നമ്മുടെ നേഴ്സസ് സക്സസ് മാജിക് ആപ്പ് ഇതുവരെ ആരും ഇൻസ്റ്റാൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ആപ്പ് അവൈലബിൾ ആണ്. എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്താൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകളും മോഡൽ എക്സാമുകളും ഫ്രീ ക്ലാസ്സുകളും ഒക്കെ അറ്റൻഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുക. അതുപോലെ തന്നെ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നവർ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്, പെട്ടെന്ന് ജോയിൻ ചെയ്ത് പഠിക്കുക. കാരണം റെയിൽവേ എന്ന് പറയുന്ന സമയം വളരെ കുറവാണ് പഠിക്കാൻ. അതുപോലെ DME സ്റ്റാഫ് നേഴ്സ് എക്സാമിന്റെ 5ാമത്തെ ബാച്ച് നമ്മൾ ജൂലൈ 15-ാം തീയതി ആരംഭിക്കുകയാണ്. അപ്പൊ അതിൽ ജോയിൻ ചെയ്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ ടൈം എടുത്ത് തന്നെ പഠിക്കുക. നിങ്ങൾക്ക് ആവശ്യത്തിലധികം ടൈം കിട്ടുന്നുണ്ട് DME എക്സാമിന്. സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകളും യൂണിറ്റ് ടെസ്റ്റും മോഡൽ എക്സാമും റിവിഷൻ എക്സാമുകളും സബ്ജക്ട് എക്സാം ഫയലും എല്ലാം പ്രിപ്പയർ ചെയ്ത് തന്നെ റെഗുലർ ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുക. എങ്കിൽ നിങ്ങൾക്ക് ഏത് ലെവൽ എക്സാം ഈസി ആയിക്കോട്ടെ, ടഫ് ആയിക്കോട്ടെ, മോഡറേറ്റ് ലെവൽ ആയിക്കോട്ടെ, നിങ്ങൾക്ക് അതിൽ ഏറ്റവും ബെറ്റർ ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. സോ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ 2024 നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും ഒരു ഗോൾഡൻ ഇയർ ആയിട്ട് മാറട്ടെ. ഒരു ഗവൺമെന്റ് ജോലി എന്ന സ്വപ്നം നിങ്ങൾക്ക് സാക്ഷാത്കരിക്കാൻ കഴിയട്ടെ. നന്നായിട്ട് ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്.